വാട്ട് ഈസ് ദി ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് എ സ്റ്റുഡന്റ് എന്നൊരു ചോദ്യമുണ്ട്. ഒരു കുറച്ചധികം പ്രഷർ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആണ്. പ്രഷർ ഇല്ലാത്ത ഏത് ജോലിയാണ്? അപ്പം ഞാൻ പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ എഞ്ചിനീയർമാർക്ക് മരണമില്ലാത്തതാണ്. ആക്ച്വലി വേക്കൻസി എന്ന് പറയുന്നത് അവരിങ്ങനെ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ടോ? ഒരു കാരണവശാലും അങ്ങനെ എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചിന്തിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയാം. അങ്ങനെ ചിന്തിക്കാത്ത മടിയന്മാരാണ് ഈ വേക്കൻസിയെ കുറിച്ച് ചിന്തിക്കുന്നത്. വേക്കൻസി അവിടെ നിൽക്കട്ടെ. മറ്റ് എഞ്ചിനീയറിംഗ് കേഡറുകളെ വെച്ച് നോക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഒരു പ്രത്യേകത, അവരിൽ ഓവർസിയർമാർക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റോൾ. ഞാൻ ഏതാണ്ട് ഒരു 10-18 വർഷക്കാലവും ഓവർസിയറായിട്ട് ജോലി ചെയ്തതാണ്. സാർ, ഇപ്പം നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ഓവർസിയർ ആസ്പിറൻസിന് ജൂലൈയിൽ വരുന്ന LSTD ഗ്രേഡ് 3 എക്സാം. എല്ലാവരും അതിനുവേണ്ടി ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു ടൈമാണ്. സാറിന് പറയാനുള്ള ഒരു ടോക്കൺ ഓഫ് അഡ്വൈസ് പോലെ എന്താണ് പറയാനുള്ളത്? LSTD പോലൊരു പ്രസ്റ്റീജിയസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ആസ്പിറന്റിനും വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്നത്തേത്. ജോയിനിങ് us today, the former assistant engineer in LSTD, engineer ബിജു VK സാർ. LSTD ഡിപ്പാർട്ട്മെന്റിൽ ലോങ് ടേം ഓവർസിയർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന അദ്ദേഹം ഫീലയുടെ ഫോർമർ സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിരുന്നു. കറന്റ്ലി അദ്ദേഹം കീലയിൽ ഫാക്കൽറ്റിയായും കൂടാതെ സെൻട്രൽ ഫിലിം സെൻസർ ബോർഡ് മെമ്പറുമാണ്. സാറിനെ ഏറെ ബഹുമാനത്തോടും സ്നേഹത്തോടും സിവിലിയൻസിന്റെ പേരിൽ ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുവാണ്. വെൽക്കം ടു ദ സെഷൻ സാർ. സാർ, നമ്മൾ ഇപ്പം LSTD എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക്കുമായിട്ട് വളരെയധികം ഇന്ററാക്ഷൻ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മറ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിലൊക്കെ LSTDന്റെ ഒരു ഇൻവോൾവ്മെന്റ് എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് പറയാമോ? തീർച്ചയായും LSTDക്ക് ഒരു വലിയ റോളാണ് ശരിക്കും നമ്മുടെ വികസനത്തിലുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ ത്രിതല പഞ്ചായത്ത് സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രാമങ്ങളെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ തന്നെ മറ്റ് എഞ്ചിനീയറിംഗ് കേഡറുകളെ വെച്ച് നോക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത, അവരിൽ ഓവർസിയർമാർക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റോള്. കാരണം അവരാണ് ഈ പ്രോജക്റ്റുകൾ തയ്യാറാക്കിയെടുക്കുന്നതും അതേപോലെ തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ഈ ഓവർസിയർമാർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അവരാണ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയേണ്ടതും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കേണ്ടതും ഒക്കെ ഓവർസിയർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം പ്രശംസനീയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏതാണ്ട് ഒരു 10-18 വർഷക്കാലവും ഓവർസിയറായിട്ട് ജോലി ചെയ്തതാണ്. ഓവർസിയറായിട്ട് ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഭിമാനം, പ്രത്യേകിച്ചും നമ്മുടെ ഗ്രാമത്തിൻ്റെ വികസനവും ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ, കാരണം ഗ്രാമീണരാണ് ഏറ്റവും കൂടുതൽ വികസനം ആഗ്രഹിക്കുന്നവർ പട്ടണപ്രദേശങ്ങളിലുള്ള ആളുകളേക്കാൾ കൂടുതലായിട്ട്. കാരണം ഗ്രാമങ്ങളെ തമ്മിൽ പട്ടണവുമായി ബന്ധിപ്പിച്ചാൽ മാത്രമാണ് രാജ്യത്ത് യഥാർത്ഥമുള്ള വികസനം ഉണ്ടാകുകയുള്ളൂ. അതുണ്ടാവാത്തടത്തോളം കാലം ഗ്രാമങ്ങൾ ഗ്രാമങ്ങളായും പട്ടണങ്ങൾ പട്ടണങ്ങളായും തന്നെ നിൽക്കും. അതായത് സാധാരണക്കാരനായി തന്നെ നിൽക്കും. മറ്റു രീതിയിൽ സാംസ്കാരികമായും സാമ്പത്തികമായും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അതിന് ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, അതുപോലെ തന്നെ ഫീലേൻ്റെ ഫോർമർ സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിരുന്നു സാർ. അപ്പം ഈ ഫീലേൻ്റെ ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ് ഓവർസിയേഴ്സിന്റെ ഡെവലപ്മെന്റും അതുപോലെ തന്നെ LSTDന്റെ ഒക്കെ കേസിൽ ഫീലേൻ്റെ ഒരു ഇൻവോൾവ്മെന്റിനെ കുറിച്ചും കൂടി ഒന്ന് പറയാമോ സാറിന്? തീർച്ചയായിട്ടും അതിനൊരു ചരിത്രപരമായ ഒരു കാരണവും കൂടിയുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതാണ്ട് 2001, 2002, 2003 കാലഘട്ടങ്ങളിലാണ് പഞ്ചായത്തുകളിൽ, എന്നാൽ മുനിസിപ്പാലിറ്റികളിൽ പണ്ട് തൊട്ടേ എഞ്ചിനീയറിംഗ് വിങ് ഉണ്ട്. പഞ്ചായത്തുകളിൽ വളരെ കുറച്ച് പഞ്ചായത്തുകളിൽ മാത്രം, അതായത് സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്തുകൾ എന്നൊക്കെ പറയുന്ന ചില പഞ്ചായത്തുകളിൽ മാത്രമാണ് എഞ്ചിനീയറിംഗ് വിഭാഗം ഉണ്ടായിരുന്നത്. പക്ഷേ 2001, 2002, 2003 കാലഘട്ടങ്ങളിലൊക്കെ PWDയിലും ഇറിഗേഷനിലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളെ ഈ ജനകീയാസൂത്രണ കാലഘട്ടങ്ങളിൽ, ജനകീയാസൂത്രണം ഒരു വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു പദ്ധതിയായിരുന്നു. അപ്പോൾ ആ ജനകീയാസൂത്രണ കാലഘട്ടത്തിൽ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുവാൻ പഞ്ചായത്തുകളിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ഇല്ലാതിരുന്നത് കൊണ്ട് PWDയിലെയോ ഇറിഗേഷനിലെയോ ഒക്കെ എഞ്ചിനീയർമാരെയോ ഓവർസിയർമാരെയൊക്കെ ഇതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവരുടെ പേരൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നിർവഹിച്ചുകൊണ്ടിരുന്ന ആ വിങ്ങിനെ കുറച്ചുകൂടി കാര്യക്ഷമമാക്കണമെന്ന് ഗവൺമെൻറ്റിന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലും എഞ്ചിനീയറിംഗ് വിഭാഗം വേണമെന്നുള്ള ഒരു വലിയ തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് 2008 ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഫോം ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഫോം ചെയ്യുമ്പോൾ 2003 LSTDയിലേക്ക് വന്ന ആളാണ് ഞാൻ. 2003 LSTDയിൽ വരുന്ന സമയത്ത് LSTDയിൽ ഒരു ഓഫീസൊന്നുമില്ല, നമുക്ക് ഇരിക്കാനൊരു കസേരയില്ല, ഒരു റൂമില്ല. ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ആളുകൾ പറയുന്ന പോലെ മുട്ട വെച്ച് ഒപ്പിടുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് സൈറ്റിലിരുന്ന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന രീതിയായിരുന്നു, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന രീതിയായിരുന്നു. അതിനുള്ള സൗകര്യങ്ങൾ പോലും അന്ന് പഞ്ചായത്തുകളിൽ ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല.
എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇതുണ്ടാകേണ്ട ഒരു ആവശ്യകത, കാരണം കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഫീല എന്ന് പറയുന്ന ഒരു സംഘടനയെക്കുറിച്ച് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ഇപ്പം ഞാൻ ഫീലയുടെ ഒരു ഫൗണ്ടർ ആണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ചിന്തിച്ചത് ഈ പുതിയതായിട്ട് വരുന്ന, പ്രത്യേകിച്ചും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥന്മാർ, അവർ ഏത് കേഡറിൽപ്പെട്ട ഉദ്യോഗസ്ഥനാണെങ്കിലും അവരെ സംബന്ധിച്ച് അവർ ജൂനിയർ ആയിരിക്കും. അപ്പോൾ ജൂനിയർ ആയിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ, പ്രത്യേകിച്ചും തദ്ദേശഭരണ സ്ഥാപനത്തിൽ വന്നാൽ പഠിക്കാൻ സമയമില്ല. കാരണം വരുന്നതേ തന്നെ ഈ ജോലി നിർവഹിക്കണം. കാരണം ഒരു സാമ്പത്തിക വർഷത്തെ മുഴുവൻ പദ്ധതികളും ഏതാണ്ട് അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ ഉൾപ്പെടെ കിട്ടി ടെൻഡറൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും ഡിസംബർ ജനുവരി മാസമൊക്കെ ആവും. പിന്നീടുള്ള 2-3 മാസം കൊണ്ട് വേണം ഈ പദ്ധതികൾ മുഴുവൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ആ എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേനും സമയം തീരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ വെൽ എഫിഷ്യൻ്റ് ആണെങ്കിൽ മാത്രമാണ് ഇത് കാര്യക്ഷമമായി ചെയ്യാൻ പറ്റുകയുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകളെ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാരാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവരെ അതിൽ കൂടുതൽ പരിശീലനം കൊടുത്തുകൊണ്ട് കാര്യക്ഷമമാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയെടുത്തൊരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഫീല എന്ന് പറയുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ, ഓവർസിയർ ആയിട്ടായിരുന്നു സാറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന LSTDയിൽ ഒരു AE വരെ എത്തി നിന്നു. അതായത് ഒരു ഡെക്കേഡ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ആ ഒരു LSTD ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് എങ്ങനെ നോക്കി കാണുന്നുണ്ട് സാർ? ഓവർസിയർ ആയി കയറി ഇപ്പോൾ AE ആയി വരെയുള്ള ഒരു ഡെക്കേഡൽ ചേഞ്ച് ഉണ്ടല്ലോ LSTDൻ്റെ, അതെങ്ങനെ നോക്കി കാണുന്നുണ്ട്? അയ്യോ, അതൊരു വലിയ മാറ്റമാണ്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഒരു വലിയ മാറ്റമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എഞ്ചിനീയറിംഗ് വിങ്ങിൻ്റെ വരവോടുകൂടി ഉണ്ടായത്. അതിന് ശരിക്കും അത്തരത്തിലുള്ള ചിന്താഗതി കൊണ്ടുവന്നത് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ സ്വപ്നം എന്ന് പറയുന്നത് ഗ്രാമസ്വരാജ്. അപ്പോൾ ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിലെ വികസനമാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. എങ്കിൽ മാത്രമാണ് ഇന്ത്യയെ പോലെയുള്ള ഒരു ഡെവലപ്പിംഗ് കൺട്രിക്ക് വലിയ സാമ്പത്തികമായും സാംസ്കാരികമായും ശാസ്ത്രപരമായിട്ടും ഒക്കെ വലിയ ഇന്ന് നമ്മൾ കാണുന്ന ഉയരങ്ങളിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ഈ ഗ്രാമസ്വരാജിനെ കൂടുതൽ ഗ്രാമങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുകയും ഗ്രാമങ്ങളിലേക്ക് നേരിട്ട് ഫണ്ട് എത്തിക്കുകയും, അങ്ങനെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഗവൺമെൻറ് പദ്ധതി വിഹിതം നേരിട്ട് കൊടുക്കുകയാണ്. ശരിക്കും പാരലൽ ഗവൺമെൻറ്റാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ. അവിടെ എന്തുമാത്രം നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ, നിയമനിർമ്മാണ സഭയല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ശരിക്കും അവർ ഇൻഡിപെൻഡൻ്റ് ബോഡിയാണ് ഓരോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തിൻ്റെ വികസനം എന്താണ് എന്ന് അറിയാൻ പറ്റുന്ന ജനപ്രതിനിധികളും അവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാരോടെ ചേർന്നുകൊണ്ട് ഈ സാധാരണക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ഇതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം നമ്മുടെ സർവീസിലേക്ക് വരാൻ പോകുന്ന ഉദ്യോഗസ്ഥർ, സർവീസിലുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ് സാർ. അതുപോലെ തന്നെ ഇപ്പം കറണ്ട് സിനാരി വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വലിയ ലോക്കൽ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ്, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഈ LSTD എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സിക്യൂഷനിൽ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചസ് കാണുമല്ലോ സാർ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എന്തൊക്കെ ചലഞ്ചസ് ആണെന്ന്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ ചലഞ്ചസ് നേരിടുന്ന ഒരു വിഭാഗം LSTD എഞ്ചിനീയറിംഗ് വിങ്ങുകാരാണ്. കാരണം 2-3 കാര്യങ്ങളാണ് നമ്മൾ സാധാരണഗതി ചിന്തിക്കുകയാണെങ്കിൽ. പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മളൊരു പ്രവൃത്തി, അല്ലെങ്കിൽ MLA-മാരുടെ ഫണ്ട് ഉപയോഗിച്ചോ MP-യുടെ ഫണ്ട് ഉപയോഗിച്ചോ ഒക്കെ ലോക്കൽ ബോഡിയിൽ ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ പബ്ലിക്കിൻ്റെ ഒരു ധാരണ, അല്ലെങ്കിൽ സത്യത്തിൽ അത് തന്നെയാണ് എങ്കിൽ പോലും അവർ കൂടുതൽ അതിനെ കാണുന്നത് ഇതാണ്: ഇത് ഞങ്ങളുടെ പൈസയാണ്, ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങളുടെ മെമ്പർ കൊണ്ടുവന്ന പദ്ധതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ കൃത്യമായും വളരെ കൃത്യതയോടുകൂടി നല്ല രീതിയിലുള്ള ക്വാളിറ്റിയോടുകൂടി ഇത് നടക്കണം എന്ന് നാട്ടുകാർക്കൊരാഗ്രഹം സ്വാഭാവികമായിട്ടുണ്ടാകേണ്ട ഒരു ആഗ്രഹമാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത് ഈ വലിയ വർക്കുകൾ നടക്കുമ്പോഴും ഈ ആഗ്രഹം ഉണ്ടാകണമെന്നുള്ള അഭിപ്രായമുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരുടെ ഒരു ഇടപെടൽ ഉണ്ടാകും ഇതിനകത്ത്. അപ്പോൾ ആ ഇടപെടൽ ചിലപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അയാൾ ആ സൈറ്റിൽ ചെല്ലുന്ന സമയത്ത് ഇവരുടെ ഒരു വലിയ ഇടപെടൽ ഉണ്ടായാൽ അവർക്ക് ചിലപ്പോൾ അതൊരു താങ്ങാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരിക്കില്ല. അതേപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ ഇടപെടലുകൾ, ജനപ്രതിനിധികളുടെ ഇടപെടലുകൾ, ഈ ഇടപെടലുകളൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ ഓക്കെ. പക്ഷേ പലപ്പോഴും ഈ ഇടപെടലുകൾ നെഗറ്റീവായി മാറാറുണ്ട്. ഈ നെഗറ്റീവായിട്ട് മാറുന്നത് ജീവനക്കാരെ വലിയ രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട്. തന്നെയുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച്, പഞ്ചായത്തിലൊരു ഉദ്യോഗസ്ഥൻ, കാരണം സാധാരണഗതിയിൽ ഒരു AEയും 2 ഓവർസിയർമാരുമാണ് ഒരു പഞ്ചായത്തിൽ
സാധാരണയുള്ളത്. മിക്കവാറും പഞ്ചായത്തുകളിലൊക്കെ ഒരു ഓവർസിയറെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. രണ്ടും ഉള്ള പഞ്ചായത്തുകളൊക്കെ വളരെ കുറവാണ്, കാരണം സ്റ്റാഫ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരാളെ കൊണ്ട് വേണം 10ഓ 20ഓ വാർഡുകളുള്ള ഒരു പഞ്ചായത്തിലെ, അല്ലെങ്കിൽ 5ഓ 6ഓ കോടി രൂപ ഈ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുന്ന ഒരു പഞ്ചായത്തിലെ മുഴുവൻ പ്രോജക്റ്റുകളും ചെയ്തു തീർക്കാൻ. അതൊരു വലിയ പ്രഷറാണ്. കാരണം അവരെ സംബന്ധിച്ച്, ഈ പഞ്ചായത്തുകളെ സംബന്ധിച്ച് മാർച്ച് 31 കഴിയുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചറാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാകുന്ന വർധനവിനനുസരിച്ച് അവർക്ക് കൂടുതൽ ഫണ്ടുകൾ കിട്ടാൻ സാധ്യത പിന്നെയും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്തു തീർക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് ആണ് ഏറ്റവും കൂടുതൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന ഒരു ചലഞ്ച് എന്നുള്ളതാണ്. ചിലപ്പോൾ സാറിൻ്റെ ലാസ്റ്റ് ടെനുവർ എന്ന് പറയുമ്പോൾ പേ ആയിട്ട് റിട്ടയർഡ് ആകുമ്പോൾ തൊടുപുഴ ബ്ലോക്ക് മണക്കാട് ഗ്രാമപഞ്ചായത്തിലായിരുന്നല്ലോ സാറിൻ്റെ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു സമയത്ത് സാറിനെ നേരിട്ട ഏതെങ്കിലും ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആകാം, അല്ലെങ്കിൽ മോസ്റ്റ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരുപാട് ടെനുവർ പീരീഡ് ഉണ്ടെങ്കിലും നമ്മുടെ മൈൻഡിൽ നിൽക്കുന്ന ഒരു പ്രോജക്റ്റ് കാണില്ലേ, അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ എന്നെ സംബന്ധിച്ച് ഞാൻ എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ജോലി ചെയ്യാൻ ചെല്ലുമ്പോൾ ഞാൻ ആദ്യം തന്നെ മനസ്സിൽ കരുതുന്ന ഒരു കാര്യം, ഇതെൻ്റെ ഗ്രാമമാണ്. ആ ഒരു എൻ്റെ മനസ്സിനെ ഞാൻ അങ്ങനെ അങ്ങ് പാകപ്പെടുത്തിയെടുക്കുകയാണ്. ഇതെൻ്റെ അതങ്ങനെ ആയിരിക്കണം എല്ലാവരും. ഇപ്പം എവിടെ നമ്മൾ ജോലി ചെയ്യാൻ ചെന്നാലും ഇതെൻ്റെ നാടാണ്. ഇവിടുത്തെ ആളുകളെല്ലാം എൻ്റെ നാട്ടിലെ എൻ്റെ അയൽവക്കക്കാരാണ്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ സഹോദരന്മാരാണ്. ഈ ഒരു ചിന്തയോട് കൂടി നമ്മൾ അവിടെ അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ ചിന്തകൾ വരും. കാരണം എൻ്റെ നാട്ടിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നൊരു ചിന്ത വരുന്നത് പോലെ തന്നെ വരും. അപ്പോൾ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഭരണസമിതി കൂടെ കിട്ടിയാൽ, എന്നെ സംബന്ധിച്ച് മണക്കാട് പഞ്ചായത്തിൽ ഞാൻ ഇരിക്കുന്ന കാലഘട്ടത്തെ ഭരണസമിതിയെ സംബന്ധിച്ച് വലിയ സപ്പോർട്ടായിരുന്നു. അത് ഇവിടെ മാത്രമല്ല, ഞാൻ എവിടെയൊക്കെ ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഭരണസമിതി എനിക്ക് വലിയ സപ്പോർട്ടുകൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെയൊക്കെ ഉള്ളിലേക്ക് എൻ്റെ നല്ല നല്ല പ്രോജക്റ്റ് വിഷൻസ് കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെയ്ത ഒരു ഏറ്റവും നല്ലൊരു പ്രോജക്റ്റാണ്. ഞങ്ങൾ ആ ഒരു പാറയുടെ മുകളിലാണ്, കരിമ്പാറയായിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുകയാണ്. അവിടുത്തെ MCF എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയിലെ, അത് 100% പ്രവർത്തനത്തിലേക്ക് വന്നാൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ല MCF ആയിരിക്കും. കാരണം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി അവിടെ ചെയ്യാൻ പറ്റുന്നതിലെ ഏറ്റവും നല്ല രീതിയിൽ ആണ് ആ പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിന് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഒത്തിരി എഫേർട്ട് എടുത്തു എന്നുള്ളതാണ്. എല്ലാ ദിവസവും എന്നെ രാവിലെ വിളിക്കുമ്പോൾ നമ്മുടെ MCF-നെ കുറിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. സർ, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കേരളത്തിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ജോഗ്രഫിക്കൽ കണ്ടീഷൻസ്, അതുപോലെ തന്നെ സോഷ്യൽ കണ്ടീഷൻസ് ഒക്കെ, അത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതൊരു ചലഞ്ചായിട്ട് മാറുന്ന കേസോ അങ്ങനെ എന്തെങ്കിലും? അത് ശരിക്കും ഈ വർക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഞങ്ങൾ പലപ്പോഴും ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന മേലധികാരങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ കിലയിലൊക്കെ ആയിരുന്ന സമയത്ത് ഫാക്കൽറ്റികളുടെ ഗ്രൂപ്പിലൊക്കെ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം, കേരളത്തിൻ്റെ നിർമ്മാണത്തിൽ മാത്രമല്ല ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ കാര്യത്തിലും കേരളത്തിൻ്റെ ഭൂപ്രകൃതി പരിഗണിക്കണം. കാരണം നമ്മൾ പണ്ട് സോഷ്യൽ സയൻസിൽ പഠിച്ചിരിക്കുന്നത് കേരളത്തെ എങ്ങനെയാണ്, മലനാട്, ഇടനാട്, തീരപ്രദേശം, ഇങ്ങനെ 3ആയിട്ടാണ് കേരളത്തെ തിരിച്ചിരിക്കുന്നത്, അല്ലേ? അത് ഇപ്പോഴും കുറേയൊക്കെ ഇടിച്ചു നിർത്തി പോയെങ്കിലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മുടെ കേരളം. വളരെ ചെറിയൊരു നീളം, അല്ലേ? തെക്ക് വടക്കായിട്ട് വലിയ നീളത്തിലും കിഴക്ക് പടിഞ്ഞാറായിട്ട് തീരെ ഇടുങ്ങിയ രീതിയിലും ഏതാണ്ട് 42ഓളം നദികൾ, അല്ലേ, ഇങ്ങനെ കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടേക്ക് ഒഴുകി സമ്പന്നമായിട്ടുള്ള ഒരു പ്രദേശം. പക്ഷേ ആ പ്രദേശത്തിന് ഭൂപ്രകൃതി വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ആ ഭൂപ്രകൃതി അനുസരിച്ച് തന്നെ നമ്മുടെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും ആ രീതിയിലാക്കണം. ഇപ്പം മലനാടിന് എന്താണോ അവിടെ പ്രത്യേകിച്ച് വേണ്ടത്, അവിടുത്തെ മലനാടിനെ സംരക്ഷിക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത്, അത് എവിടെ ആവശ്യം ഉണ്ടാവില്ല? കോസ്റ്റൽ ഏരിയയിൽ ഉണ്ടാവില്ല, ആവശ്യം വരില്ല. കോസ്റ്റൽ ഏരിയ നമുക്ക് എന്താണ്, കോസ്റ്റൽ ഏരിയയിൽ കോസ്റ്റൽ ഏരിയയാണ് സംരക്ഷിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഡിഫറെൻറ്റ് റൂൾസാണ്. അപ്പം അങ്ങനെ നമ്മുടെ കെട്ടിട നിർമ്മാണ ചട്ടത്തെ കൂടെ ഒന്ന് മാറ്റം വരുത്തണമെന്ന് ഞങ്ങൾ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വന്നാൽ കുറച്ചുകൂടി എന്തായിരിക്കും, ഇപ്പം കോസ്റ്റൽ റീജിയനിൽ ഉള്ള റൂളുകളെ സംബന്ധിച്ച് ആരും പഠിക്കുകയില്ല. ഹൈ റേഞ്ചിൽ താമസിക്കുന്ന, അതായത് വെസ്റ്റേൺ ഗാർഡ്സിലുള്ള പഞ്ചായത്ത് ജോലി ചെയ്യുന്നവർക്ക് അവരതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ രീതിയിൽ ഒന്ന് മാറ്റം വരുത്തിയാൽ നമ്മുടെ നിർമ്മാണ കാര്യങ്ങളിലും, പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നമ്മുടെ നിർമ്മാണ കാര്യങ്ങളിലും ഈ ഒരു മാറ്റം ഉണ്ടാക്കണമായിരുന്നു. ഇനിയിപ്പോൾ സാർ, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഓവർസിയർ ആയിട്ട് LSTD ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ
അവരുടെ ഒരു ഡ്യൂട്ടി സ്ട്രക്ചർ ഇപ്പോൾ നമ്മൾ പറയില്ലേ ഡേ ഇൻ ലൈഫ് എന്നൊക്കെ പറയാം, അതുപോലെ എന്തൊക്കെയായിരിക്കും അവർ ചെയ്യേണ്ടി വരുന്ന വർക്ക്സ്, അതിനെക്കുറിച്ചൊരു ഓവർവ്യൂ കൊടുക്കാവോ സ്റ്റുഡൻസിന്? തീർച്ചയായിട്ടും നമ്മൾ ഓവർസിയർമാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, അതായത് നമ്മളിപ്പോൾ ഇറിഗേഷൻ PWD ഒക്കെയാണ്, ഹാർബർ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കേരളത്തിൽ. പക്ഷേ നമ്മൾ LSTD എഞ്ചിനീയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ എഞ്ചിനീയറിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട പണികൾക്ക് അപ്പുറമുള്ള ചില ജോലികൾ കൂടി നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അനുസരിച്ച് കെട്ടിടത്തിന് അനുമതി കൊടുക്കുകയും ആ കെട്ടിടത്തിൻ്റെ നമ്പർ ഇഷ്യൂ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ആ കൂടെ ചെയ്യുകയും, അതോടൊപ്പം തന്നെ വേറെ ചില പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഇന്ന് തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നാണ് അവരുടെ പദ്ധതികൾ നിർവഹിക്കുന്നത്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഈ SC ഡിപ്പാർട്ട്മെൻറ്റ്, ST ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, വിദ്യാലയങ്ങൾ. ഇപ്പോൾ വിദ്യാലയങ്ങളുടെയൊക്കെ സ്കൂളുകൾക്കുള്ള ഫിറ്റ്നസ് കൊടുക്കുക. അവർക്ക് ഒരു വർഷത്തെ ഫിറ്റ്നസ് കിട്ടിയാലാണ് അടുത്ത വർഷം, ഈ അധ്യയന വർഷം അവർക്കൊരു ഫിറ്റ്നസ് കിട്ടിയാൽ മാത്രമാണ് അവിടെ സ്കൂൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ധാരാളം പ്രവൃത്തികൾ. അതേപോലെ തന്നെ ഈ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇപ്പോൾ SC ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ SC കുട്ടികൾക്ക് അവർക്ക് പഠനമുറി നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ഒരു നിസ്സാര ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, പഠനമുറി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പണം അനുവദിക്കും. അത് ആ ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിക്കുന്നത്. പക്ഷേ ഈ പഠനമുറി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു വീടുണ്ടാവും, നിലവിലൊരു വീടുണ്ടാവുമല്ലോ. അപ്പോൾ ആ വീടിൻ്റെ മുകളിലാണ് ഇത് പണിയുന്നതെങ്കിൽ അത് സ്ട്രക്ചറലി സേഫ് ആണോ എന്ന് ഈ തദ്ദേശഭരണ സ്ഥാപനത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം സാക്ഷ്യപ്പെടുത്തി കൊടുക്കും. ഓക്കെ, ഞാനത് പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഇതാണ്. നമ്മൾ കോവിഡൊക്കെ വന്ന സമയത്ത്, ലോകം മുഴുവൻ നിശ്ചലമായ സമയത്ത്, അയലോകത്തെ കൂലിപ്പണിക്ക് പോകുന്ന ആളുടെ വീട്ടിൽ അയാളുടെ അടുപ്പ് പുകയുന്നില്ല, അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകരൊക്കെ വല്ല കിറ്റൊക്കെ അല്ലേ കൊണ്ടുപോയി അവർക്ക് കൊടുത്താൽ മാത്രമായിരുന്നു അവരുടെ അടുപ്പിൽ തീ പിടിപ്പിക്കാൻ പറ്റുമായിരുന്നു. ആ സാഹചര്യത്തിൽ ഈ സർക്കാർ ജീവനക്കാരുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. മിക്കവാറും 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതിയൊക്കെയാണ് സാധാരണ ശമ്പളം. അപ്പോൾ പഞ്ചായത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 3-ാമത്തെ വർക്കിംഗ് ഡേയിലാണ് ഈ ശമ്പളം വരുന്നത്. ഒരു മെസ്സേജ് വരും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സാലറി ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറ്, ഞാൻ ഒരു സ്ഥലത്തും എൻ്റെ പേര്, അതായത് ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറയാറില്ല. ശരിക്കും നമ്മുടെ സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് പബ്ലിക് സെർവൻ്റാണ്. സാർ, അതുപോലെ തന്നെ ഇപ്പം സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഒരു ഓവർസിയർ ആയിട്ട് ഇപ്പം LSTD ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഈ ഫീൽഡ് എക്സ്പീരിയൻസ് ഒരു എഞ്ചിനീയറിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുപോലെ തന്നെ അവരെങ്ങനെയായിരിക്കും പ്രാക്ടിക്കൽ നോളജ് ഒക്കെ ഡെവലപ്പ് ആകുന്ന, ട്രെയിനിങ് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങൾ, അതും കൂടി ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും അതൊരു വലിയ വെല്ലുവിളിയാണ്. പുതിയതായിട്ട് സർവീസിൽ വരുന്നവർക്ക്, പ്രത്യേകിച്ചും തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ വരുന്ന ഓവർസിയർമാരെ സംബന്ധിച്ച് ഫീൽഡ് എക്സ്പീരിയൻസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എക്സ്പീരിയൻസ് ഇല്ലാതെയാണ് ആരും ഈ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ അത് തന്നെ വലിയൊരു പ്രശ്നമാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പൊതുവേ ഉള്ള പ്രവർത്തനങ്ങളെ ഈ എക്സ്പീരിയൻസ് അല്ലാത്ത ആളുകൾ വരുന്നത് കൊണ്ട് ബാധിക്കുന്നു. പക്ഷേ നമ്മൾ ചിന്തിക്കുക, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ഏത് പോസ്റ്റിലേക്കും ആദ്യമായിട്ട് സർവീസിൽ കയറുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ച് അയാൾ ആ ജോലി ചെയ്യുന്ന ആ സീറ്റിനെ സംബന്ധിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെയാണ് കയറുന്നത്. പക്ഷേ ഒരു മിനിസ്റ്റീരിയൽ വിഭാഗത്തിലേക്കൊക്കെ സ്വാഭാവികമായിട്ടും വന്നാൽ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. മുൻകാലങ്ങളിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഫയലുകൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്കതിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാവും. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇത് ഓരോ സൈറ്റിനനുസരിച്ചും വ്യത്യസ്തങ്ങളായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. കാരണം ഒരു സൈറ്റിൽ ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല അതിൻ്റെ പ്രധാനം. അതിനപ്പുറം ജോലി ചെയ്യിപ്പിക്കാവുന്ന സാഹചര്യത്തിലേക്ക് ഈ ഫയലിനെ മാറ്റിയെടുക്കണം. കാരണം ആദ്യം ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണം, പിന്നെ ഒരു പ്ലാനിങ് വേണം, പിന്നെ അതിൻ്റെ ഒരു എസ്റ്റിമേഷൻ വേണം. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കണം. അതിന് പിന്നെ സാങ്കേതികമായ അനുമതി വാങ്ങിക്കണം. പിന്നെ അത് ടെൻഡർ പ്രോസസ്സിങ് നടത്തണം. ടെൻഡർ പ്രോസസ്സിങ് നടത്തി കഴിഞ്ഞാൽ തന്നെ പിന്നെ അതിൻ്റെ എഗ്രിമെൻറ്റ് വയ്ക്കുക, സൈറ്റ് ഹാൻഡ് ഓവറിങ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് സൈറ്റിൽ നമുക്ക് ഈ ജോലി തുടങ്ങാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ജോലി തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതും സാങ്കേതികമായ പരിജ്ഞാനത്തോടുകൂടി തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മിക്കവാറും LSTDയിൽ വരുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് ആർജിക്കേണ്ടതുള്ളത് കൊണ്ട് ഞങ്ങളുടെ സംഘടന ഫീല ആ കാര്യത്തിലൊരു വലിയ താല്പര്യമെടുക്കുന്നു. ഫീലയുടെ തുടക്കത്തിൽ തന്നെ ഇതൊരു വലിയ കാരണമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. എല്ലാ മേഖലയിലുമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ബിൽഡിംഗ് കോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും സോഫ്റ്റ്വെയറുകൾ അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ മിക്കവാറും തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രൈസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, പ്രൈസ് 3 എന്ന് പറഞ്ഞുകൊണ്ടൊരു സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ രീതിയിൽ നമ്മുടെ ജോലി ഭാരത്തെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. പക്ഷേ അതൊന്ന് പഠിച്ചെടുക്കണ്ടേ. അത് പഠിച്ചെടുക്കാൻ ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രൈസ് 3 ജീവനക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വലിയ കാലതാമസം ഉണ്ടായി.
പക്ഷേ ഈ സമയത്ത് ഫീലയിലെ ഫാക്കൽറ്റികൾ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അവർ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തിട്ട് അവർ തന്നെ സ്വയം ക്ലാസ്സുകളെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം LSTDയിൽ ഫീല എന്ന് പറഞ്ഞ സംഘടന കേരളത്തിൽ എനിക്ക് തോന്നുന്നു സർവീസ് മേഖലയിൽ ഫീല മാത്രമാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അംഗങ്ങൾക്ക് വലിയൊരു ഗുണമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഫീലയുടെ ഹാൻഡ് ബുക്ക് ഉണ്ട്. ഫീലയുടെ ഹാൻഡ് ബുക്ക് ഇപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ എല്ലാവരും ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്കൊരു ഹാൻഡ് ബുക്ക് വേണം. കാരണം ബിൽഡിംഗ് റൂളിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളെല്ലാം അത് ഒരുമിച്ച് ചേർത്ത് പല സ്ഥലത്ത് കിടക്കുന്ന റൂളിൻ്റെ പല കാര്യങ്ങളും ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഒരു കൊമേഴ്സ്യൽ പർപ്പസുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിന് ആവശ്യമായ ബിൽഡിംഗ് റൂളിലെ എല്ലാ വ്യവസ്ഥകളും ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ പിറക്കി വെച്ചുകൊണ്ട് അപ്പോൾ ആ കുറേ പേജുകളിൽ അത് മാത്രം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൻ്റെ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ ആ കൊമേഴ്സ്യൽ ബിൽഡിംഗ് എത്ര വലിയതാണെങ്കിലും ചെറുതാണെങ്കിലും ചെയ്യാനുള്ള മുഴുവൻ റൂളുകളും പിറക്കി അടുക്കി വെച്ചുകൊണ്ട് അതിന് തന്നെ ഫാക്കൽറ്റിയുടെ ടീം ഞങ്ങൾക്ക് ഉണ്ട്. അവർ വെച്ചുകൊണ്ട് അത് ചെയ്യുന്നു. അതേപോലെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സ്മാർട്ട് വന്നപ്പോൾ സ്മാർട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം, അതേപോലെ പ്രൈസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, എസ്റ്റിമേഷൻസ് എങ്ങനെ എടുക്കണം, എങ്ങനെ ഡിസൈൻസ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ സംഘടന മാറി എന്നുള്ളതാണ്. സംഘടന മാറാനുള്ള കാരണം ഇത് തന്നെയാണ്. സംഘടനയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന ജീവനക്കാരെ കഴിവുറ്റ ആളുകളാക്കി പെട്ടെന്ന് മാറ്റിയെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് വേണം. അല്ലാതെ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ പറ്റില്ല. വളരെ പെട്ടെന്ന് അവരെ മാറ്റിയെടുക്കണം. അങ്ങനെ മാറ്റിയെടുത്താൽ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിഭാവനം ചെയ്യുന്ന ശരിയായ വികസനം ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നടക്കും. ഇല്ലെങ്കിൽ പലപ്പോഴും ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ അവർക്കൊരു ധാരണ ഇല്ലെങ്കിൽ സംഭവിക്കുന്ന തന്നെ പലപ്പോഴും പലരുടെയും കെട്ടിട നിർമ്മാണങ്ങളൊക്കെ വളരെ വൈകും. ചിലപ്പോൾ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള റൂളിലെ ആനുകൂല്യങ്ങൾ ചിലപ്പോൾ അവർക്ക് കിട്ടാതെ വരും. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഏറ്റെടുത്ത് ചെയ്യുന്ന രീതിയിലാണ് ഫീല എന്ന സംഘടന പ്രവർത്തിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ LSTDയിലെ ഓവർസിയർമാർ എമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫീലയുടെ ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. എമാരും AXമാരും ഇമാരും ഒക്കെ ക്ലാസ്സിൽ പങ്കെടുക്കും. കാരണം ഇത് മനസ്സിലാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സർ, അതുപോലെ തന്നെ ഇപ്പം സാറിൻ്റെ ടെന്യൂർ പീരീഡിലൊക്കെ പുതിയ ഓവർസിയേഴ്സ് വരാറുണ്ടല്ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഇവരിൽ കാണുന്ന കോമൺ മിസ്റ്റേക്ക് സാർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. മേ ബി അത് ടെക്നിക്കൽ സൈഡിൽ നിന്നാകാം, അല്ലെങ്കിൽ ഇപ്പം അവരുടെ ഒരു പക്വതയില്ലായ്മയിൽ ചെയ്യുന്ന അങ്ങനത്തെയൊക്കെ മിസ്റ്റേക്സ് എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? അത് പ്രധാനമായിട്ടും നമ്മൾ ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ വരുന്ന ആളുകളെ സംബന്ധിച്ച് അത് പുതിയ തലമുറയിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർക്ക് വേണ്ട ഒരു മെയ്വഴക്കം ആവശ്യമാണ്. പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട ആളുകൾ ജനപ്രതിനിധികളാണ്. ജനപ്രതിനിധികൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ജനപ്രതിനിധികൾക്ക് വലിയ റോളുണ്ട്. അവരൊരു അധികാര സ്ഥാനത്ത് തന്നെയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതൊരു അധികാര സ്ഥാനമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത് നിയമത്തിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടായിരിക്കില്ല. അവരിപ്പോൾ ഒരു ബിൽഡിംഗ് പെർമിറ്റിന് സ്വന്തം വാർഡിലുള്ള ഏതോ ഒരാൾ പഞ്ചായത്തിൽ വന്നു. അപ്പോൾ അയാൾ ചിലപ്പോൾ ഈ മെമ്പറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ബിൽഡിംഗ് പെർമിറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല, എന്താണ് കാരണം എന്ന് പോലും അന്വേഷിക്കാതെ ആയിരിക്കും ചിലപ്പോൾ ഇദ്ദേഹം ഈ ഓവർസിയറെ സമീപിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് അത് ഒരു ബഹുമാനത്തിൻ്റെതായ രീതിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പദവിയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ പറ്റുന്നതും ഇടപെടാൻ പറ്റുന്നതുമായ ഒരു മെയ്വഴക്കം ഇതിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്നതിന് വ്യത്യസ്തമായി ഒരു മെയ്വഴക്കം ഓവർസിയർമാർക്ക് ആവശ്യമാണ്. സാർ, ഇപ്പം നമ്മൾ ഇവരുടെ മിസ്റ്റേക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതുപോലെ ഇപ്പം സാറിൻ്റെ ടെന്യൂർ പീരീഡിൽ യങ്ങായിട്ടുള്ള ഇപ്പോഴത്തെ തലമുറയിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ഓവർസിയേഴ്സ് ആയിട്ട് വരുമ്പോൾ സാർ അവരിലൊരു എക്സൈറ്റിംഗ് ക്വാളിറ്റി ആയിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പം വർക്ക് ചെയ്യുന്നതല്ല അതിനറിയോ ചില ആളുകൾക്കൊക്കെ ഇപ്പം മിക്കവാറും ഈ യൂത്ത് നമ്മൾ പുതിയ തലമുറയിലെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ അവരെ സംബന്ധിച്ച് ജോലിയിൽ പ്രവേശിച്ച് കഴിയുമ്പോഴേ അവർക്ക് ജോലിയോട് വലിയ ഡെഡിക്കേഷൻ ഉണ്ട്. ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം അതാണ്. കാരണം അവർ കുറച്ചുകൂടി പബ്ലിക്കിനെയൊക്കെ കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യാൻ മിടുക്കരാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു രീതി അനുസരിച്ച് ഇന്നത്തെ ഈ ന്യൂ ജനറേഷനായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ടല്ലോ അവർക്ക് മറ്റുള്ള ആളുകളെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി പഴയ ആളുകളെക്കാൾ മിടുക്കരാണെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരോടൊക്കെ പറയാറുള്ളത് അതാണ്, നിങ്ങളെപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. നമുക്ക് ചിരിക്കാൻ പറ്റണം, വേണ്ടേ? നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളോട്, നമ്മുടെ മുന്നിൽ വരുന്നത് ഒരു ആവശ്യക്കാരനാണ്. തന്നെയല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് സർവൻ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ മുന്നിൽ വരുന്നത് ഒരു ഉന്നത അധികാരിയാണ്.
ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്, ഒരു പൗരനാണ്. അപ്പോൾ അവർ വരുമ്പോൾ അവരോടൊന്ന് ചിരിക്കാനും അവരുടെ ആവശ്യം എന്താണെന്ന് കേൾക്കാനുമുള്ളൊരു മനസ്സുണ്ടാവും. പൊതുവേ സിവിൽ സർവീസ് ജീവനക്കാരെക്കുറിച്ച് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത്, നമ്മളൊരു ഓഫീസിലൊരു കാര്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ ഇവർ നമ്മളിന്ന് മൈൻഡ് ചെയ്യില്ല, നമ്മളിന്ന് നോക്കില്ല, അല്ലേ, നമ്മളോട് എന്താണെന്നൊന്നും ചോദിക്കില്ല. അങ്ങനെ അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പം ഞാൻ അവർക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നത് ആ സ്മൈലിലായിരിക്കും. അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, നമ്മൾ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾ ഏതെങ്കിലും ഓഫീസിൽ ചെല്ലുമ്പോൾ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ പലരും ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടേ, അങ്ങനെ ഒരു അനുഭവം ഇനി എൻ്റെ അടുത്ത് വരുന്ന ആൾക്കുണ്ടാകാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കണം. അപ്പോഴാണ് നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമാകുന്നത്, സാമൂഹ്യ ജീവിയായി മാറുന്നത്. സർ, അതുപോലെ തന്നെ ഇപ്പം പബ്ലിക്കിൻ്റെ കംപ്ലയിൻസ് എന്ന് പറയുന്ന, ഇപ്പം നമ്മൾ ഏതൊരു പബ്ലിക് സർവീസ് എടുത്താലും അതൊരു ഇൻറ്റഗ്രൽ പാർട്ടാണ്. അപ്പോൾ ഈ പബ്ലിക്കിൻ്റെ എക്സ്പെക്റ്റേഷൻസ് നമുക്ക് എങ്ങനെയാണ് ആ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ അത് മീറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതായത് നമ്മുടെ ഒരു സാങ്കേതികമായിട്ടുള്ള അറിവും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ചില കാര്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുമുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു പരാതിയും പേടിക്കേണ്ട കാര്യമില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മൾ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നു, അതിനകത്ത് എസ്റ്റിമേറ്റിൽ എത്രയാണോ അതിൻ്റെ വിഡ്ത്ത്, എത്രയാണോ അതിൻ്റെ തിക്നെസ്, അതേപോലെ തന്നെ ഏത് കോൺക്രീറ്റ് മിക്സാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ വളരെ കർക്കശമായ നിലപാട് നമ്മൾ എടുത്താൽ നമുക്കൊരു കാരണവശാലും പേടിക്കേണ്ടത്. എത്ര പരാതി വന്നാലും ഒന്നും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എതിരെ വരുന്ന പരാതിയിൽ ഒരു മേലുദ്യോഗസ്ഥന്മാരും നമുക്കെതിരായൊരു നിലപാടെടുക്കില്ല. എൻ്റെ ജീവിതാനുഭവം കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആളാണ്. അത്തരം ഘട്ടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുമുണ്ട്. പക്ഷെ അതിലെന്ത് ചെയ്യുന്നു, നമ്മൾ സൈറ്റിൽ പോയി നിൽക്കേണ്ടി വരും. സർ, അതുപോലെ തന്നെ ഇപ്പം ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുവാണ്. അപ്പോൾ ഇപ്പോൾ K-Smart പോലെയുള്ള ടെക്നോളജീസിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മുടെ LSTD ഡിപ്പാർട്ട്മെൻറ്റ് ഫ്യൂച്ചറിനെ അത് എങ്ങനെയായിരിക്കും കൊണ്ടുപോകാൻ, അതിനെക്കുറിച്ചൊന്ന് പറയാം. അതെ, തീർച്ചയായിട്ടും. ഈ പ്രൈസ് K-Smart ഇപ്പോൾ പ്രൈസൊക്കെ എനിക്ക് തോന്നുന്നു പ്രൈസ് 3 ഒക്കെ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ പ്രൈസ് 4 മറ്റോ ഒക്കെ മാറിക്കഴിയുമ്പം ഈ ടെൻഡറുമായിട്ട് അത് ലിങ്ക് ചെയ്യുന്നുള്ള വിശ്വാസത്തിലാണ് ഞാനൊക്കെ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ടെൻഡറുമായിട്ട് ലിങ്ക് ചെയ്താൽ മാത്രമാണ് ഈ പ്രൈസ് സോഫ്റ്റ്വെയർ, ഈ ടെൻഡർ, K-Smart ഇതെല്ലാം പരസ്പരം ലിങ്ക് ചെയ്താൽ മാത്രമാണ് ഈ ജോലി കുറച്ചുകൂടി എളുപ്പമാകുന്നത്. അത് ഫ്യൂച്ചറിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ആ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സുകൾ നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എസ്റ്റിമേറ്റ് എടുക്കുന്നതും അതിൻ്റെ ബാക്കി നടപടികളെല്ലാം ചെയ്യുന്നത്, അതിൻ്റെ എംബുക്ക് മെഷർമെൻ്റ് എഴുതുന്നതും ഒക്കെ നമ്മൾ ഈ പ്രൈസിലാണ്, അതുവഴിയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു സ്റ്റേജ് മാത്രം നമ്മൾ വേറൊരു സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നത്, അതായത് ഈ ടെൻഡറിലാണ് ചെയ്യുന്നത്. ഈ ടെൻഡർ എന്ന് പറയുന്ന മറ്റൊരു ഇതിലാണ് ചെയ്യുന്നത്. കാരണം അത് എനിക്ക് തോന്നുന്നു അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഒരു സംവിധാനത്തിൽ പോകുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ അതിനെ ഇതിലേക്ക് ലിങ്ക് ചെയ്താൽ, ചെയ്യാൻ പറ്റിയാൽ, ഈ പ്രൈസ് എന്ന് പറയുന്ന ഒറ്റ സോഫ്റ്റ്വെയർ വഴി തന്നെ നമുക്ക് ഈ പ്രൊസീജിയർ മുഴുവനും പൂർത്തിയാക്കാൻ പറ്റും എല്ലാ സമയത്തും. ഇപ്പോൾ ഈ എംബുക്കൊക്കെ വന്നത് ഒത്തിരി ഗുണകരമാണ് കേട്ടോ. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഉദ്യോഗസ്ഥന്മാർ അപ് ടു ഡേറ്റ് ആയിട്ട് അവരുടെ പണി ചെയ്തു പോകും. കാരണം പിന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ സമയവും കാലവും ഒക്കെ അവിടെ കൃത്യമായി രേഖപ്പെടുത്തുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം ചെയ്തു പോകാൻ പറ്റും. അത് വലിയ ഗുണകരമാണ്. ഭാവിയിൽ ഇത്തരം ഈ സോഫ്റ്റ്വെയറുകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഒന്നായിട്ട് വരുന്ന ഒരു സാഹചര്യം അത് അധികം കാലമൊന്നും വേണ്ട, ഒരു 2-3 വർഷം കൊണ്ട് തന്നെ ഉണ്ടാകും. അതിനുള്ള ശ്രമങ്ങൾ അതിൻ്റെ എക്സ്പെർട്ടുകളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. കാരണം K-Smartൻ്റെ ടീമിലൊക്കെ ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ പറയാറുണ്ട് ഇത് വേണം, അപ്പോൾ അവരത് ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ ബിൽഡിംഗ് പെർമിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും K-Smart വന്നപ്പം ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂട്ടണി വളരെ എളുപ്പമാണ്. പെർമിറ്റ് വയലേഷൻസ് അധികം ഉണ്ടാവില്ല. അത് വലിയൊരു ഗുണകരമായ കാര്യമാണ്. സർ, അതുപോലെ ഇപ്പം ഇനി ഫ്യൂച്ചറിൽ വരുന്ന LSTDൻ്റെ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനിലൊക്കെ ഇപ്പം LSTDൻ്റെ ഒരു വർക്കിംഗ് ഒരു അറ്റ്മോസ്ഫിയർ കാണുമല്ലോ. അപ്പം അതിലെന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരണമെന്ന് സാർ ആഗ്രഹിക്കുന്നുണ്ടോ? ഫ്യൂച്ചർ പ്രോജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കുറച്ചും കൂടെ ബെറ്റർമെൻ്റ് ആകാൻ വേണ്ടി എന്തെങ്കിലും? അത് ഒന്നാമത്തെ കാര്യം തന്നെ. നമ്മൾ ഈ നമ്മുടെ ജനകീയാസൂത്രണ സംവിധാനത്തിലും അതേപോലെ തന്നെ ഈ പദ്ധതി നിർവഹണത്തിലും ഒക്കെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ടുണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ഒക്കെ വലിയ ഇടപെടൽ അതിനകത്ത് ഉണ്ടാകണം. ഒരു എഞ്ചിനീയറാണ് തീരുമാനിക്കേണ്ടത് ഒരു റോഡ് എങ്ങനെ നിർമ്മിക്കണം, അല്ലെങ്കിൽ റോഡിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഒരു എഞ്ചിനീയറൊക്കെ തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ മിക്കവാറും തന്നെ ഈ പ്രോജക്റ്റുകൾ ഒക്കെ ലിസ്റ്റ് ചെയ്ത് DPC അപ്രൂവലൊക്കെ വാങ്ങിക്കുമ്പോഴായിരിക്കും എഞ്ചിനീയറിംഗ് വിഭാഗം അറിയുന്നത് ഈ എടുത്തിരിക്കുന്ന പ്രോജക്റ്റുകൾ ഇങ്ങനെയാണെന്ന്.
പിന്നെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പഞ്ചായത്തിനൊക്കെ കിട്ടുന്നത് ഒരു നിശ്ചിത തുകയാണ്. ആ തുക സ്വാഭാവികമായും വാർഡ് ബേസിൽ ഡിവൈഡ് ചെയ്ത് പോകും. അല്ലാതെ ഒരു വാർഡിൽ എത്ര റോഡുകളുണ്ട് എന്ന് നോക്കിയിട്ടല്ല ഈ തുക ഡിവൈഡ് ചെയ്യുന്നത്. തുക ഡിവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ 10 മെമ്പർമാരാണുള്ളെങ്കിൽ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അവർ ഓരോ റോഡിനും ചെറിയ ചെറിയ തുകകൾ വയ്ക്കുന്നു. ഇപ്പോൾ ചിലപ്പോൾ ഒരു റോഡ് 1 കിലോമീറ്റർ നീളം കാണും, അത് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരിക്കും. നമ്മൾ എസ്റ്റിമേറ്റിൽ വകയിരുത്തിയിരിക്കുന്ന തുക വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ 500 മീറ്ററോ 400 മീറ്ററോ ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റിൽ ചെല്ലുമ്പോൾ വലിയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ആര് നേരിടേണ്ടി വരും? ഈ ഉദ്യോഗസ്ഥന്മാർ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ PWDയിലോ ഇറിഗേഷനിലോ ഒക്കെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് അതിന് കിട്ടുന്ന തുകയാണ് ആ വർക്കിന് വേണ്ടി വയ്ക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. തുക ആദ്യം നിശ്ചയിക്കുന്നു, എന്നിട്ട് ആ തുകയ്ക്കനുസരിച്ചുള്ള എസ്റ്റിമേറ്റ് ഉണ്ടാക്കേണ്ടി വരും. നമ്മൾ പറഞ്ഞാൽ ഈ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിസ്റ്റമുണ്ട്. അതിലൊരു മാറ്റം വന്നാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ, ഈ പ്രോജക്റ്റുകളുടെ എണ്ണം കൂട്ടുന്നതും വലിയൊരു പ്രശ്നമാണ്. ഈ ചെറിയ ചെറിയ തുകകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രോജക്റ്റുകളുടെ എണ്ണം കൂടും. നമുക്കിപ്പോൾ 1 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ചെയ്യാനും 1 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് ചെയ്യാനുമുള്ള മറ്റ് നടപടിക്രമങ്ങളെല്ലാം സെയിമാണ്. സാർ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പ്രൈസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ അത് വന്നതോടുകൂടിയില്ലേ, ഇപ്പം എസ്റ്റിമേഷൻ്റെ പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, ബാക്കിയുള്ള ഡോക്യുമെൻറ്റിങ്, ഇതെല്ലാം കൺവെൻഷണൽ മെത്തേഡിൽ നിന്ന് വലിയൊരു ചേഞ്ച് ആണല്ലോ വന്നിരിക്കുന്നത്. ആ ഒരു ചേഞ്ചിന് സാർ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി എസ്റ്റിമേഷൻ്റെ പ്രിപ്പറേഷൻ, എക്സിക്യൂഷൻ, ഡോക്യുമെൻറ്റേഷൻ എല്ലാത്തിലും കൺവെൻഷനിൽ നിന്ന് വന്ന ഒരു ചേഞ്ച് എങ്ങനെ സാർ നോക്കി കാണുന്നുണ്ട്? ഇപ്പോൾ സത്യത്തിൽ നമുക്ക് ഒരു പ്രോജക്റ്റിന് പണ്ട് ഒരു ഫയൽ ആവശ്യമായിരുന്നു, അതൊരു ഹാർഡ് കോപ്പി ആവശ്യമായിരുന്നു. അതൊരു ഒരു ഒരു വലിയ പുസ്തകത്തിൻ്റെ വലിപ്പം വരും. അതിനകത്ത് കുറേ പേപ്പേഴ്സുകളാണ്. ഈ പേപ്പറുകളെല്ലാം ഏതെങ്കിലും ഒരെണ്ണം മിസ്സായി പോയി കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് വരുന്ന സമയത്തൊക്കെ വലിയ പ്രശ്നങ്ങളായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരു പേപ്പറും സൂക്ഷിക്കേണ്ടതില്ല. ആകെപ്പാടെ പ്രൈസിനകത്ത് നമ്മൾ സോഫ്റ്റ്വെയറിൽ നേരിട്ട് ചെയ്യാത്ത ഒരേ ഒരു കാര്യം എഗ്രിമെൻ്റ് വെക്കൽ മാത്രമാണ്. ആ എഗ്രിമെൻ്റ് സൈൻ ചെയ്യൽ മാത്രമാണ് അങ്ങനെ ഒരു ഇതായിട്ട് നടക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ പ്രൈസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലാണ്. കാരണം എയുടെ ലോഗിനിൽ നമ്മളൊരു പ്രോജക്റ്റ് ആദ്യം തന്നെ അതിൻ്റെ എയുടെ ലോഗിൽ നിന്നും അത് ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്തിട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓവർസർ ലോഗിനിലേക്ക് കൊടുക്കുന്നു. ഓവർസർ അത് എസ്റ്റിമേറ്റ് തയ്യാറാക്കി എയ്ക്ക് തരുന്നു. എ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എയോ ഓവർസീറോ അവരാരെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഒരു എസ്റ്റിമേറ്റിനെ സംബന്ധിച്ച് എസ്റ്റിമേറ്റ് വേണം, എസ്റ്റിമേറ്റ് റിപ്പോർട്ട് വേണം, അതിൻ്റെ സൈറ്റ് പ്ലാൻ വേണം, അതേപോലെ എന്തെങ്കിലും സ്ട്രക്ചേഴ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഡിസൈൻ അതിനകത്ത് വേണം. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം ഈ എസ്റ്റിമേറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന ഈ സാധനങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ TS അയക്കുന്നു. TS അയക്കുന്നതും ആരാണോ നമ്മുടെ TS തരേണ്ടത് അയാളുടെ ലോഗിനിലേക്ക് നമുക്ക് അയച്ചാൽ മാത്രം മതി. അവിടുന്ന് TS അപ്രൂവ് ചെയ്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് TSൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം കിട്ടും. എസ്റ്റിമേറ്റുകളെല്ലാം വരുന്നത് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥൻ്റെ പെൻ നമ്പർ ഉൾപ്പെടെയാണ് വരുന്നത്, പേരുൾപ്പെടെയാണ് വരുന്നത്. TS തന്ന ഉദ്യോഗസ്ഥരാരാണോ അവരുടെ പെൻ നമ്പറും അവരുടെ പേരും ഉൾപ്പെടെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതെല്ലാം ആരുടെയൊക്കെ ലോഗിൽ കൂടെ പോയിട്ടുണ്ട്, എത്ര ദിവസം അവരുടെ ലോഗിൽ ഇത് കിടന്നു, ഇതൊക്കെ കറക്റ്റായിട്ട് ഒറ്റ ക്ലിക്കിൽ നമ്മുടെ മേലധികാരികൾക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. അവസാനം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എംബുക്കായി ബില്ല് പാസ്സായി കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നത്തെ പ്രൊസീജിയർ നമ്മൾ KSMART വഴിയാണ് ചെയ്യുന്നത്. പേയ്മെൻറ്റ് നമുക്ക് ഇതൊക്കെ ചെയ്യുന്നത് KSMART വഴിയാണ്. അതും KSMART ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ KSMART നമ്മുടെ BIMS ഒക്കെയാണ്. BIMS എന്ന് പറഞ്ഞാൽ ട്രഷറിയിലെ സോഫ്റ്റ്വെയറാണ്, അതുമായിട്ട് ലിങ്ക് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് KSMARTൽ നമ്മൾ ചെയ്ത് അപ്രൂവൽ വാങ്ങിച്ച് നമ്മുടെ അതിൻ്റെ ഓതറൈസേഷനൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബില്ല് സെൻഡ് ചെയ്താൽ നേരെ അങ്ങോട്ട് പോകും, ഈ ട്രഷറിയിലെ BIMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലേക്ക് പോകും. അവിടുന്ന് നമുക്ക് നേരിട്ട് ട്രഷറിയിലേക്ക് അയക്കാൻ പറ്റും. അതായത് കൺവെൻഷനിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഈസി ആയി സാർ. ഇപ്പം അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ സിനാരിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ടെക്നോളജീസിൽ വന്ന മാറ്റങ്ങൾ, ഡിജിറ്റൽ ടൂൾസ്, ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു കാലമാണ്. അപ്പം ഈ യങ് എഞ്ചിനീയേഴ്സ് എന്ന് പറയാം, നമ്മൾ ഈ പറയുന്ന ഇതിലൊക്കെ ഇപ്പം കൺസ്ട്രക്ഷൻ ടെക്നോളജി ആയിക്കോട്ടെ, സസ്റ്റൈനബിലിറ്റി ആയിക്കോട്ടെ, ഡിജിറ്റൽ ടൂൾ ആയിക്കോട്ടെ, ഇതിൽ ഏതിലൊക്കെ അവർ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതായിരിക്കും ഫ്യൂച്ചറിൽ അവരുടെ ഫീൽഡിൽ അവർ റെലവൻ്റ് ആയിട്ട് പവർഫുൾ ആയിട്ട് നിൽക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് സാറിന് തോന്നുന്നത്? അതെന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ നമ്മുടെ എല്ലാ വർക്കുകൾക്കും QC വലിയ കാര്യമാണ്. ക്വാളിറ്റി കൺട്രോളിങ് എന്ന് പറയുന്നത് ഇപ്പോൾ PWDക്കൊക്കെ പ്രത്യേക വിങ് ഉണ്ട്. എങ്കിൽ പോലും നമ്മൾക്കിപ്പോൾ ഇത് നിർബന്ധമാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നിർബന്ധമാണ് ക്വാളിറ്റി കൺട്രോളിംഗ് എന്ന് പറയുന്നത്, വലിയ നിർബന്ധം. ഇപ്പം കോൺക്രീറ്റ് ഒക്കെ ആണെങ്കിലും അതിൻ്റെ ക്യൂബ് ടെസ്റ്റിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതേപോലെ ടാറിങ്ങിനാണെങ്കിലും നമുക്ക് എക്സ്ട്രാക്ഷൻ ഉൾപ്പെടെയുള്ള ടെസ്റ്റുകളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യണം. ഇത് ഫീൽഡിൽ തന്നെ ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പേവിംഗ് ടൈലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പേവിംഗ് ടൈലിൻ്റെ ഒക്കെ സ്ട്രെങ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്തേ പറ്റും.
അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളിലേക്ക് വരുന്നതനുസരിച്ച് ഈ ചെയ്യിപ്പിക്കുന്ന ആളുകൾക്കും ചെയ്യുന്ന ആളുകൾക്കും ക്വാളിറ്റി കുറച്ചുകൂടി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് താല്പര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് പിന്നെ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള സംവിധാനങ്ങളില്ല. ഇപ്പോൾ നമുക്കൊരു ലാബില്ല, LSTDക്ക് ഒരു ലാബില്ല. സ്വാഭാവികമായിട്ട് ഇതെല്ലാം അവിടെ കൊണ്ട് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ സ്വകാര്യ ലാബുകളിൽ കൊണ്ടുപോയാണ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ സ്വകാര്യ ലാബുകളിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ക്വാളിറ്റി കൺട്രോൾ ടീം തന്നെ PWDയിൽ ഉള്ളതുപോലെ തന്നെ LSTDക്കും ഒരു ക്വാളിറ്റി വിങ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ എൻജിനീയേഴ്സായിട്ട് വരുന്ന ആളുകൾക്ക് ഇവർക്കൊക്കെ ഇവരുടെ കഴിവ് പരമാവധി അവിടെ ഇവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. പിന്നെ വലിയ വലിയ നിർമ്മാണങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇവർക്ക് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഇവർ പഠിച്ച കാര്യങ്ങൾ ഒക്കെ കുറച്ചുകൂടി ചെയ്യാൻ തോന്നും. എഞ്ചിനീയർക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നതാണല്ലോ ഞാൻ പണിത ഒരു സാധനം. ഇപ്പം ഞാൻ പൊതുവേ പറയുന്നൊരു കാര്യമുണ്ട്, ഈ എഞ്ചിനീയർമാർക്ക് മരണമില്ലാത്തവരാണ്. അവർ മരിക്കില്ല. കാരണം അവർ മരിച്ചാലും അവരുടെ നിർമ്മിതികൾ അവിടെ നിൽക്കും, അല്ലേ? നമ്മൾ എത്രയോ ഇപ്പം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഇന്നും നിലനിൽക്കുന്നു. നിർമ്മിച്ച ആളുകളെ കുറിച്ച് നമ്മൾ ഓർക്കാതിരിക്കുന്നുണ്ടോ? അവരുടെ പേര് നമുക്കറിയില്ലായിരിക്കും, പക്ഷേ ഇതാരാ ഇതുണ്ടാക്കിയത്, ഈ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ആരുടേതാണ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു ചെറിയൊരു കൾവെട്ട് ഉണ്ടാക്കിയാലും ആ കൾവെട്ട് അവിടെ നിൽക്കുന്നേ. നമ്മുടെ മക്കൾ വണ്ടി കയറ്റിക്കൊണ്ടു അതിൻ്റെ മുകളിൽ കൂടെ ഓടിച്ചോണ്ട് പോകുമ്പോൾ ഇത് എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയതാ, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ്. ഈ രീതിയിൽ നമ്മുടെ ഈ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ചരിത്രം നിലനിൽക്കുന്നിടത്തോളം കാലം നിലനിൽക്കുന്ന ഒരു സംഭവമാണ് ഈ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സാധനം. മനുഷ്യരാശി എത്ര കാലം ഈ ഭൂമുഖത്ത് നിലനിൽക്കുന്നുണ്ടോ അത്രയും കാലം ഇത് ആവശ്യമാണ്. അത് വലിയ നിർമ്മാണങ്ങൾക്ക് മാത്രമല്ല, ഏറ്റവും ചെറുതിനും വേണ്ടേ. നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്നവരും എന്ത് വേണം? ഇത് വേണം. പക്ഷേ ഒരു എഞ്ചിനീയർക്ക് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, നമ്മൾ നമ്മുടെ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അത് പലപ്പോഴും ഈ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് പ്രശ്നം. അത് ഉണ്ടാക്കിയെടുക്കാൻ പുതിയ തലമുറയിലെ ആളുകൾക്ക് കുറച്ചുകൂടി കഴിവുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ കുറച്ചുകൂടി ആ കാര്യത്തിൽ പ്രാപ്തരാണ്. കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ ഇപ്പം ഞാനൊക്കെ സർവീസിലൊക്കെ കയറുമ്പം ഈ എഞ്ചിനീയേഴ്സിൻ്റെ ഒക്കെ വെച്ചാൽ അവർക്കൊരു തമ്പ് റൂളുണ്ട്. പണ്ട് തൊട്ടേ ഇങ്ങനെ വരുന്ന PWD മാനുവൽ പ്രകാരവും അല്ലാതെയൊക്കെ ആയിട്ട് കുറേ തമ്പ് റൂളുണ്ട്. ഈ തമ്പ് റൂളുകൾ അനുസരിച്ച് തന്നെ ചെയ്തു പോകുള്ളൂ. അതിനപ്പുറം ഇവരുടെ കഴിവ് വിനിയോഗിക്കാൻ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ഒരു M.Tech കഴിഞ്ഞ ഒരാളാണ്, അയാൾ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കുക. എന്നാൽ എൻ്റെ പഞ്ചായത്തിൽ ഒരു അംഗൻവാടിയാണ്, നമുക്കൊരു ചെറിയൊരു അംഗൻവാടിയാണ്, ഒരു 600 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു അംഗൻവാടിയാണെന്ന് വിചാരിച്ചു. എങ്കിൽ പോലും അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യാനുള്ളൊരു ആർജവം ഉണ്ടായാൽ നിലവിലുള്ള തമ്പ് റൂളിൽ എന്തോരം വ്യത്യാസം വരുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആര് ചെയ്യുന്നുണ്ട്? ഈ പുതിയ തലമുറയിലെ ആളുകൾ ചെയ്യുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി കുറച്ചുകൂടി കൂടുതലാണ്. കാരണം അവർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അവർ ചിന്തിക്കുന്നത് ഇതെങ്ങനെ കുറച്ചുകൂടി ലോ കോസ്റ്റ് ആക്കാൻ പറ്റും. ചിലപ്പോൾ 16 mm ഡയ വരുന്ന കമ്പിയുടെ ആവശ്യം ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. റീഇൻഫോഴ്സ്മെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് 12 mm മതിയായിരിക്കും. പക്ഷേ പഴയ റൂൾ അനുസരിച്ച് എന്താണ് അവിടെ 16 mm വേണമെന്ന് പണ്ട് തൊട്ടേ പറഞ്ഞേക്കുവാണ്. അത് ഈ കൾവെട്ടൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പാനിനനുസരിച്ച് തമ്പ് റൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനപ്പുറം ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഇന്ന് അത് തന്നെ. അപ്പോൾ ആ രീതിയിലേക്ക് മാറാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ അതിനെ എന്ത് ചെയ്യണം? അതിനെ മേലുദ്യോഗസ്ഥന്മാരും ഡിപ്പാർട്ട്മെന്റും ഒക്കെ പ്രോത്സാഹിപ്പിക്കും. ചിലപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എല്ലാവരുടെയും ഒരു ഒട്ടുമിക്ക ആൾക്കാരുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ LSTD എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു കുറച്ചധികം പ്രഷറുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആണ്. അപ്പം അത് സാർ അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? പ്രഷറില്ലാത്ത ഏത് ജോലിയാണ്? അതൊന്ന് പറയാമോ? പ്രഷറില്ലാത്ത ഒരു ജോലിയുമില്ല. എല്ലാ ജോലികൾക്കും അതിൻ്റേതായ പ്രഷറുണ്ട്. പ്രഷർ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ആ ജോലിയിൽ ആനന്ദം കണ്ടെത്തണം. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ആനന്ദം കണ്ടെത്തിയാൽ പറ്റിയാൽ നമുക്കൊരു പ്രഷറുമില്ല. ഈ ആനന്ദം കണ്ടെത്താൻ കുറേ കാരണങ്ങൾ വേണം. ഒരു കാര്യം കൊണ്ട് മാത്രം ആനന്ദം കണ്ടെത്തില്ല. എനിക്കൊരു ജോലി കിട്ടിയാണല്ലോ, സർക്കാർ ശമ്പളം തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ജോലി ചെയ്തേക്കാം, ശമ്പളം തരുന്നതുകൊണ്ട് ജോലി ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു സംവിധാനത്തിൽ ജോലി ചെയ്താൽ അയാളുടെ ആ അടുക്കി വെച്ച കുറേ ജോലികളല്ലാതെ മറ്റൊരു ജോലിയും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്ന് വിചാരിക്കുക, അയാൾ ആ ശമ്പളത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ അയാൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇന്ന സാധനം ചെയ്യാനാണ്, ഞാൻ അത് മാത്രമേ ചെയ്യുള്ളൂ. ആ ഒരു മൈൻഡിലേക്ക് വരും. ശമ്പളത്തെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം ജോലിയെ കാറ്റഗറൈസ് ചെയ്താൽ അങ്ങനെ തോന്നുന്നു. ആ സ്ഥാനത്ത് അതല്ല, ഇതെൻ്റെ ചുമതല കൂടിയാണ്. ശമ്പളം ഞാൻ വാങ്ങിക്കുന്നതോടൊപ്പം ശമ്പളത്തിനനുസരിച്ചുള്ള ജോലി ചെയ്യുന്നതോടൊപ്പം
അതും കൂടെ ചെയ്യേണ്ടി വന്നാലും അതെൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഈ മാനസിക ഉല്ലാസം കിട്ടുകയുള്ളൂ. ആ മാനസിക ഉല്ലാസം കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള 1-2 കാര്യങ്ങൾ ചിന്തിക്കണം. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ജോലി ചെയ്യുന്നത്, അങ്ങനെ അതിലൊരു ആനന്ദം കണ്ടെത്തും. അപ്പം മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കും. അങ്ങനെ പാകപ്പെടുത്തിയെടുത്താൽ ഉറപ്പായിട്ടും ജോലിഭാരം എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ പലരെയും വിചാരം LSTDയിൽ നിന്ന് PWDയിലേക്ക് പോയാൽ, ഇറിഗേഷനിലേക്ക് പോയാൽ അവിടെ സുഖം ഒരു പണിയും ചെയ്യേണ്ടതാണ്. ആ മൈൻഡേ തെറ്റല്ലേ. എനിക്ക് വേറെ സ്ഥലത്ത് പോയാൽ ജോലി ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന മൈൻഡ് എന്ന് പറയുന്നത് അയാൾ ഒരിക്കലും എന്തിന് ആപ്റ്റല്ല. പബ്ലിക് സർവീസിൽ നിന്നല്ല, ഒരു സ്ഥാപനത്തിലും ജോലി ചെയ്യാൻ അയാൾ ആപ്റ്റല്ല. കാരണം എനിക്ക് ആ ജോലി ചെയ്യുന്നതിനേക്കാൾ കുറച്ച് ജോലി വേറെ സ്ഥലത്താണ് ചെയ്താൽ പോരെ, അതേ ശമ്പളമല്ലേ എനിക്ക് കിട്ടുന്നത് എന്ന് വിചാരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയാണ്. ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത എൻ്റെ മനസ്സാണ്. അപ്പോൾ അത് മാറിയിട്ട് എനിക്കൊരു ജോലി കിട്ടിയില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മാസവും കൃത്യമായി എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ശമ്പളം വരുന്നില്ലേ, അതേപോലെ ഇത്രയും ആളുകൾ ടെസ്റ്റ് എഴുതിയിട്ട് അതിനകത്ത് എല്ലാവരും പഠിച്ചെഴുതിയതായിരിക്കുമല്ലോ. 90% ആൾക്കാരും പഠിച്ചിട്ട് പണ്ടത്തെ പോലെയല്ല. ഇന്നിപ്പോൾ എല്ലാവരും കോച്ചിങ് സെൻ്ററിലൊക്കെ പോയി നല്ല രീതിയിൽ നല്ല മത്സര ബുദ്ധിമുട്ടിയാണ് നമ്മുടെ PSC ടെസ്റ്റൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനൊരു കട്ട് ഓഫ് മാർക്ക് തീരുമാനിച്ച് അതിൻ്റെ മുകളിലേക്ക് വരുന്ന വളരെ കുറച്ച് പേരാണ്. അതിലെത്ര പേരാണ് റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത്? അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ എത്ര പേർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നു? അപ്പോൾ അത്രയും പേരിലേക്ക് ഞാൻ കയറി വന്നില്ലേ, അതൊരു വലിയ, അതുപോലെ തന്നെ പബ്ലിക്കിന്റെ ഒരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ തീർച്ചയായിട്ടും അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പം നമ്മളൊരു സ്ഥലത്തൊരു വെള്ളക്കെട്ടാണ് ഒരു മെയിൻ പ്രശ്നം. ആ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നമുക്ക് ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ അതല്ലേ ജോലി എന്ന് പറയുന്നത്. അതാണ് ജോലി, അതാണ് നമ്മുടെ ഈ ജോലി എന്ന് പറയുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇപ്പോൾ വരുന്നതാണ്. ഇപ്പോൾ ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒരു സാധു മനുഷ്യനാണ്, അയാൾക്ക് വീടില്ല, അയാൾക്കൊരു വീട് നിർമ്മിക്കണം. അതിന് വേണ്ടിയിട്ട് സർക്കാർ കൊടുക്കുന്ന 4 ലക്ഷം രൂപയുടെ പദ്ധതിയിലായിട്ടാണ് അയാൾ വന്നിരിക്കുന്നത്. ആ പദ്ധതി പ്രകാരം അയാൾക്ക് തലചായ്ക്കാൻ ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാനെന്ത് ചെയ്യണം എന്നല്ല തീരുമാനിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതാണ് പബ്ലിക് സർവീസ്. അതാണ് പബ്ലിക് സർവീസ് എന്ന് പറയുന്നത്. സാർ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ പ്രഷർ ഉണ്ടല്ലോ സ്റ്റുഡൻസിൻ്റെ മൈൻഡിൽ, ഇപ്പോൾ സാർ ഇപ്പോൾ LSTD ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത ഒരാളെന്ന രീതിയിൽ എന്ത് ഫാക്ടേഴ്സ് ആയിരിക്കും ഇവരുടെ മൈൻഡിനെ ഇങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും സാർ ചിന്തിച്ചിട്ടുണ്ടോ? അത് ജോലിഭാരം ആണ് ഒരു പ്രശ്നമാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞതല്ല, ആളുകളുടെ ഇടപെടൽ നമുക്ക് ഇഷ്ടമല്ലല്ലോ. നമുക്ക് വ്യക്തിപരമായി നമ്മുടെ വീട്ടിൽ പോലും നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ, ഇപ്പം കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞത്, ഒരു പരിധിക്കുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്ന കുട്ടികൾക്ക് ഇഷ്ടമാണ്, കൊച്ചുകുട്ടികൾക്ക് പോലും ഇഷ്ടമല്ല അല്ലേ? അവർ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ നോക്കാൻ പാടില്ല കേട്ടോ, മാറ്റി വയ്ക്കും മൊബൈൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടമല്ല അല്ലേ? എവിടെ നിന്നാൽ ക്യൂ നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാ ക്യൂ നിൽക്കണത് എന്ന് വിചാരിക്കുന്നൊരു മൈൻഡാണ് നമുക്ക്. അപ്പോൾ ആ മൈൻഡ് മാറിയാൽ മാത്രമാണ് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. ജോലി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ആർജിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പണിയൊക്കെ നമ്മൾ ചെയ്യുന്നത്. എന്താണ് നമ്മുടെ അടിസ്ഥാനപരമായ അതിൻ്റെ ലക്ഷ്യം? കാര്യം ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താ? നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ കുടുംബ ജീവിതവും കൂടുതൽ കരുപ്പിടിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊക്കെ നമ്മൾ മാറ്റിവെച്ചാലും അത് ഈ കിട്ടിയ ജോലിയിലൂടെ, അതിൽ കിട്ടുന്ന സമ്പത്തിലൂടെ, അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന വരുമാനത്തിലൂടെ എൻ്റെ ജീവിതവും എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതവും ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ലക്ഷ്യം. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഈ ചുറ്റുപാടുകളെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. സാർ, അതുപോലെ ഇപ്പം LSTD ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ പബ്ലിക്കുമായിട്ട് ഒരുപാട് ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ടും ഇൻട്രാക്ഷൻ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഓവർസിയർ പോസ്റ്റ്. അപ്പോൾ ഒരു ഓവർസിയർ ആയിട്ട് വരുന്ന ഒരു സ്റ്റുഡൻറ്റ് ഒരു ഓവർസിയർ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവർ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട ഈ 2 സ്ഥലത്തും അവർ ഡീൽ ചെയ്യണമല്ലോ. അപ്പം അവർ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും? എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം ആ ഒരു? അല്ല, അത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മളിപ്പോൾ എന്ത് കാര്യത്തിനാണ് അവിടെ ചെയ്യാൻ ചെന്നത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ റോഡ് നിർമ്മാണമാണെന്ന് തന്നെ വിചാരിച്ചു. ആ റോഡ് നിർമ്മാണം ശരിയായ രീതിയിലല്ല ചെയ്യുന്നതെന്നാണ് പബ്ലിക്കിൻ്റെ ധാരണ. പബ്ലിക്കിൻ്റെ പൊതുവെയുള്ള ധാരണ ഇതാണ്, ഇത് വാർഡ് മെമ്പറും അല്ലെങ്കിൽ കരാറുകാരനും ഈ ഉദ്യോഗസ്ഥന്മാരും കൂടെ പങ്കിട്ടെടുക്കുകയാണ്. അതായത് അഴിമതിയാണ് അവിടെ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയല്ല എന്ന് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റണം. അത് വർത്തമാനം പറഞ്ഞ് കൊടുക്കേണ്ട കാര്യമല്ല, നമ്മുടെ സംഭാഷണത്തിലൂടെ കൊടുക്കേണ്ട കാര്യമല്ല, നമ്മൾ അവിടെ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കും. ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ അവർ തീർച്ചയായിട്ടും പറയും, ആ സാറിൻ്റെ അടുത്ത് കളിയൊന്നും നടക്കില്ല കേട്ടോ, നല്ല ഒന്നാമതായിട്ട് ആ സാർ അത് ചെയ്യുള്ളൂ. ഈ ഒരു രീതിയിലേക്ക് മാറണം. അപ്പോൾ പൊതുവേ ആളുകളുടെ കാഴ്ചപ്പാട്
സർക്കാരിന് നടത്തുന്ന പണികൾ, അത് പഞ്ചായത്താണെങ്കിലും PWD ആണെങ്കിലും ഇറിഗേഷൻ ആണെങ്കിലും ഈ ചെയ്യുന്നതൊക്കെ അഴിമതിയാണ് എന്നൊരു ധാരണ ഉണ്ട്. ജോലി കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴാണല്ലോ നമുക്ക് മനസ്സിലായത് ഇത് അഴിമതിയല്ല, നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണ്. അത് കറക്റ്റാണെന്ന് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റും. പബ്ലിക്കിന്റെ ട്രസ്റ്റ് നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും. അത് നേടിയെടുക്കേണ്ടത് നമ്മുടെ പ്രവൃത്തിയിലൂടെ. നേരത്തെ ഞാൻ പറഞ്ഞാൽ ബിൽഡിംഗ് പെർമിറ്റിനാണെങ്കിലും വരുന്ന ആളോട് നമുക്ക് ചിലപ്പോൾ ഇന്ന് അസൗകര്യം ഉണ്ടാവും, ഇന്ന് അസൗകര്യം ഉള്ളതുകൊണ്ട് നമ്മൾ എനിക്ക് ഇന്ന് വരാൻ സമയമില്ല ചേട്ടാ എന്ന് പറയുന്നതും, ചേട്ടാ ഇന്ന് ഇച്ചിരി തിരക്കുണ്ട്, ഞാൻ നാളെ രാവിലെ ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ ഓഫീസിലേക്ക് വരുന്ന വഴി അവിടെ കയറിക്കോളാം, പറ്റില്ല എന്ന് പറയും. അത് നമ്മൾ ആ പറയുന്ന രീതിയുടെ വ്യത്യാസം. കാരണം കൊണ്ട് ബോധ്യപ്പെടുത്തുമ്പോൾ അത് കയറും. നമ്മൾ ആ ബോധ്യപ്പെടുത്തൽ നമ്മൾ പറയുന്ന രീതിയും ഉണ്ട് അതിനകത്ത്. അതായത് ഇപ്പോൾ ടെക്നിക്കൽ നോളജും അതുപോലെ തന്നെ പബ്ലിക്കിനോട് ഇടപഴകുന്ന രീതിയും റെപ്രസെൻറ്റേറ്റീവ്സിനെ നമ്മളെങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ പ്രഷറിന്റെ ഒരു ആവശ്യം സുഖമായിട്ട് നമുക്ക് ജോലി ചെയ്ത് പോകാം, നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ജോബുമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയ തലമുറയിലെ ആളുകളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നത്തെ ജോലി നാളത്തേക്ക് മാറ്റിവെക്കും. ഇന്ന് ചെയ്യേണ്ട ജോലി ഇന്ന് തന്നെ ചെയ്യണം. ഇത് നമ്മൾ മാറ്റിവെക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പ്രഷർ കൂടുന്നത്. ഇന്ന് ചെയ്യേണ്ട ജോലി, ഇന്നിപ്പോൾ നമുക്കൊരു പെർമിറ്റ് നമ്മൾ ഇന്ന് കൊടുക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ പെർമിറ്റ് ഇന്ന് തന്നെ കൊടുക്കണം. അതിപ്പോൾ 2 ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, നമുക്ക് പ്രഷർ കൂടും. പലരും ഈ കൂടുതൽ ടൈം ഇരുന്ന് ജോലി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. ചെയ്യുന്നുണ്ടാവാം, ചിലരുടെ രീതി അങ്ങനെ, ചിലർക്ക് വളരെ പെട്ടെന്ന് ജോലി ചെയ്യാൻ പറ്റാതെ വരും. പക്ഷേ എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ നമ്മളൊരു ടൈം ടേബിളായിട്ട് ഈ ജോലി ചെയ്യാൻ തീരുമാനിച്ചാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയൊന്നും ജോലിയുണ്ട്. ഞാൻ വീട്ടിൽ കൊണ്ടുപോയൊന്നും ഒരു പണിയും ചെയ്തിട്ടില്ല. നമുക്ക് ഓഫീസിലിരുന്ന് നമ്മുടെ ഓഫീസ് ടൈമിൽ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ കൂടുതൽ സമയം ജോലി ചെയ്താൽ ഈസി ആയിട്ട് തീർക്കാവുന്ന ജോലിയേ ഉള്ളൂ. കാരണം ഓവർസിയറായിട്ട് 18 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ ആ 18 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ആദ്യകാലത്തൊക്കെ നമ്മുടെ LSTDയിൽ ഓവർസിയർമാരില്ല, 9 പഞ്ചായത്തിൻ്റെ ചാർജ് വരെ ഞാൻ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് 9 പഞ്ചായത്തിലെ കാര്യവും കറക്റ്റായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു മാനസികാവസ്ഥയിലും കൂടെ ആര് വരണം, നമ്മൾ ചെയ്യേണ്ട ജോലിയെ നമ്മളൊന്ന് തരംതിരിച്ച് പ്രയോറിറ്റീസ് കൊടുത്തുകൊണ്ട്. ഇപ്പം പിന്നെ അത് പറ്റില്ല കേട്ടോ. ഇപ്പം കേസ്മാർട്ടിൽ വരുന്ന ആ ഓർഡറിൽ തന്നെ ചെയ്തു പോകണം. ഇൻവേർഡ് നമ്മൾ എപ്പോഴൊക്കെയാണോ വരുന്നത് അതനുസരിച്ച് തന്നെ ചെയ്തു പോകണം. അതും സമയബന്ധിതമായി ചെയ്യാൻ ശ്രമിച്ചാൽ ഓക്കെയാണ്. സാർ, ഇപ്പം നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ഓവർസിയർ ആസ്പിറൻസിന് ജൂലൈയിൽ വരുന്ന LSTD ഗ്രേഡ് 3 എക്സാം. അപ്പം എല്ലാവരും അതിനുവേണ്ടി ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പം നമ്മുടെ സ്റ്റുഡൻസിനോട് സാറിന് പറയാനുള്ള ഒരു ടോക്കൺ ഓഫ് അഡ്വൈസ് പോലെ എന്താണ് പറയാനുള്ളത്? അതായത് നമുക്ക് ഈ ജോലിയിൽ പ്രവേശിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടാകും, ഏറ്റവും വലിയൊരു കാര്യമാണ്. എൻ്റെ ഒരു കൊച്ചച്ഛനുണ്ടായിരുന്നു, വലിയ സംസ്കൃത പണ്ഡിതനും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, നമ്മൾ PSC ടെസ്റ്റിന് അപേക്ഷിച്ചാൽ പോരാ, PSC ടെസ്റ്റിൽ റാങ്ക് ലിസ്റ്റ് വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പഠിക്കണം. അതിന് പഠിക്കാൻ എന്തെല്ലാം മാർഗ്ഗങ്ങളാണോ ഉള്ളത്, നമ്മൾ ആ മാർഗ്ഗങ്ങളെല്ലാം നമ്മൾ അന്വേഷിച്ച് അതിലേറ്റവും ഗുണകരമായിട്ട് നമുക്ക് കിട്ടുന്നത് ഏതാണോ അതിൻ്റെ പിന്നാലെ പോകണം. അതിൻ്റെ പിന്നാലെ പോവുകയും അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. വാട്ട് ഈസ് ദി ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് എ സ്റ്റുഡൻറ്റ് എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം സ്റ്റഡി എന്നാണ്. സെക്കൻഡ് ഡ്യൂട്ടി ഓഫ് എ സ്റ്റുഡൻറ്റ് എന്ന് ചോദിച്ചാൽ അതും സ്റ്റഡി എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പഠനം മാത്രമാണ് ആ കാലയളവിൽ അവൻ്റെ ഡ്യൂട്ടി. പ്രധാനപ്പെട്ട ഡ്യൂട്ടികളെല്ലാം അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ PSC എഴുതി ഒരു ജോലി കിട്ടണമെന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ച ഒരാളാണ്. എങ്ങനെയും ഞാൻ ജോലി മേടിക്കും, അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തു അന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെ കഠിനാധ്വാനം ചെയ്താൽ ജോലി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചുമ്മാ രസത്തിന് PSC ടെസ്റ്റ് എഴുതാൻ വന്നാൽ അതിന് കോച്ചിങ്ങിന് പോയിട്ടും കാര്യമില്ല. കോച്ചിങ്ങിന് പോകുമ്പോഴും എന്ത് വേണം, ഈ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വേണം. PSCക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതായിരിക്കുമെന്ന് മുൻകൂർ ധാരണ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലേ? എന്തോ ചോദ്യങ്ങൾ, 10,000-കണക്കിന് ചോദ്യങ്ങളാണുള്ളത്. ആ ചോദ്യത്തിൽ നിന്നാണ് 10-100 ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതിൽ ഏത് ചോദ്യം വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പോൾ അങ്ങനെ മാറുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നവരായി മാറുന്നു. ഇല്ലെങ്കിൽ ചുമ്മാ രസത്തിന് പോകുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ച് തീർച്ചയായിട്ടും LSTDയിൽ തന്നെ 3rd ഗ്രേഡ് ഓവർസിയറായിട്ട് വരണം. കാരണം 3rd ഗ്രേഡ് ഓവർസിയറാണ് ഏറ്റവും സുന്ദരമായ പോസ്റ്റ്. ഫസ്റ്റിനേക്കാളും സെക്കൻഡിനേക്കാളും ഒക്കെ ഏറ്റവും സുന്ദരമായൊരു പോസ്റ്റ് എന്ന് പറയുന്നത് 3rd ഗ്രേഡ് ഓവർസിയർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. കുറച്ചുകൂടി ജനകീയമായി ചിന്തിക്കുകയും ജനകീയമായി ഇടപെടുകയും ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് 3rd ഗ്രേഡ് ഓവർസിയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3rd ഗ്രേഡ് ഓവർസിയറായിട്ട് വരാൻ പറ്റുന്നവർ ഇപ്പോഴേ തന്നെ അതിൻ്റെ പഠനങ്ങൾ ആരംഭിച്ച് വളരെ കൃത്യമായിട്ട് ടൈം ടേബിൾ ചെയ്ത് പഠിച്ചെടുത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ ടെസ്റ്റിനെ
അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ഉറപ്പായിട്ടും ജോലി കിട്ടും. തന്നെയുമല്ല ഈ ഫീല ഇപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ പരമാവധി വേക്കൻസികൾ ഫില്ല് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമവും നടത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെയാണ് നമ്മൾ സെക്കൻഡ് ഗ്രേഡിൻ്റെയൊക്കെ വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യിപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുകയും ചെയ്യും. കാരണം ഫുള്ളായിട്ട് സിംഗിൾ പോയാൽ മാത്രമാണ് ഇത് നടക്കുകയുള്ളൂ. കാരണം ഓരോ പഞ്ചായത്തിൽ ഓരോ ഓവർസിയറെ കൊണ്ട് ഒന്നും നടക്കില്ല. അപ്പോൾ 2 പേരുള്ള പോസ്റ്റാണെങ്കിൽ 2 പേരെങ്കിലും വേണം. അപ്പോൾ ആ രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കും. പോസ്റ്റിംഗ് ഒക്കെ കിട്ടും എല്ലാവരും. ഞാൻ സാറിനോട് ചോദിക്കാൻ വന്ന ഒരു കാര്യമാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. ഈ സ്റ്റുഡൻസ് ഇപ്പോൾ ഏതൊരു എക്സാം വന്നാലും ഇല്ലേ സാർ, ഇപ്പം നമുക്ക് ആ ഒരു ജോലിയിലേക്ക് ഇപ്പം എങ്ങനെ നമുക്ക് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നമ്മുടെ ജോലി സാധ്യതകൾ എങ്ങനെയാണ്, അതിനേക്കാൾ കൂടുതൽ ഇവർ കൂടുതലും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇവർ അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എത്ര വേക്കൻസി കാണും. നമ്മളിപ്പോൾ കൂടുതലും ആൻറ്റിസിപ്പേറ്റഡ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എല്ലാവരുടെ മൈൻഡിലുള്ള ഒരു കാര്യമാണ്, ചിലത് വരുമ്പോൾ വേക്കൻസി കുറവായിരിക്കത്തില്ല, ഇവർ തന്നെ മുൻധാരണ എടുക്കാറുണ്ട്. പിന്നെ ചിലർ പറയും വേക്കൻസി അറിയുന്ന ഒരു ഹോപ്പ് അല്ലേ. ആക്ച്വലി ഈ വേക്കൻസി എന്ന് പറയുന്നത് അവരിങ്ങനെ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ടോ സാറിന്റെ? ഒരു കാരണവശാലും ഇങ്ങനെ എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചിന്തിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയോ? ഇപ്പോൾ 1000 വേക്കൻസി ആണെന്ന് വിചാരിക്കാൻ, അത്രയൊന്നും ഉണ്ടാവില്ല. എങ്കിൽ പോലും 1000 വേക്കൻസി ഞാൻ 1000ാമത് വന്നാലും കിട്ടുമല്ലോ എന്നൊരു മനസ്സിൽ, അതായത് എന്റെ പ്രിപ്പറേഷൻ ആ ലെവലിൽ കൊണ്ടുപോയാൽ പോരെ. ആ സ്ഥാനത്ത് ഞാൻ ഒന്നാമത് തന്നെ വരണം. എന്താണേലും ഒരു വേക്കൻസിയെങ്കിലും ഇല്ലാതെ നോട്ടിഫിക്കേഷൻ വരില്ലല്ലോ. അപ്പം ഞാൻ ഒന്നാമത് വന്നാൽ എനിക്ക് കിട്ടും. അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാത്ത മടിയന്മാരാണ് എന്ത് ചെയ്യുന്നത്, ഈ വേക്കൻസിയെ കുറിച്ച് ചിന്തിക്കുന്നത്. വേക്കൻസി അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഒരു ടെസ്റ്റ് എഴുതി കൊണ്ട് തന്നെ ജോലി കിട്ടണം നിർബന്ധമല്ലോ, ഇല്ല. അപ്പോൾ അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ അടുത്തത് വീണ്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് തുടർന്നുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ചെറുപ്പക്കാരല്ലേ, 18 വയസ്സ് 20 വയസ്സ് അല്ലെങ്കിൽ 22 വയസ്സ് കഴിയുമ്പോഴത്തേനും, മിക്കവാറും 22 വയസ്സ് കഴിയുമ്പോഴത്തേനും ബിടെക് കഴിയും അല്ലേ. ബിടെക് കഴിയുമ്പോഴത്തേനും സുഖമായിട്ട് ഇതിലൊക്കെ വരാം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഡയറക്റ്റ് എഐക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് ബിടെക് എന്ന് പറയുന്നത്. എങ്കിൽ പോലും 3rd ഗ്രേഡിനും 2nd ഗ്രേഡിനും 1st ഗ്രേഡിനും ബിടെക്കാർക്ക് എഴുതാം. ഐ ടിക്കാരുടെ ഒപ്പം പോളിടെക്നിക്കാരുടെ ഒപ്പവും ഫൈറ്റ് ചെയ്യുന്നത് ഇവരും കൂടെയാണ്. അപ്പോൾ അവർ മനസ്സിലാക്കണം. എന്നിട്ട് ഐ ടിക്കാരൻ റാങ്കിൽ ഒന്നാമത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവൻ പണിയെടുക്കുന്നുണ്ട് നല്ലപോലെ. അപ്പോൾ ആ രീതിയിൽ PSC ടെസ്റ്റിനെ നമ്മൾ ഒരു മറ്റ് അക്കാഡമിക്കൽ പരീക്ഷകൾ പോലെ കാണരുത്. PSC ടെസ്റ്റിനെ PSC ടെസ്റ്റിനെ കാണുന്നത് നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള, നമ്മുടെ ജീവിതം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട്, സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗവും കൂടിയാണ്. അക്കാഡമിക്കായിട്ടുള്ള പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിപ്പോൾ മാർക്ക് കൂടിയാലും മാർക്ക് കുറഞ്ഞാലും ഒക്കെ ഏതാണ്ട് ഒരേ ലെവൽ തന്നെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് വരുന്ന ഒരു തെറ്റും വരെ ഓരോ തെറ്റും നമ്മുടെ ജീവിതത്തെയാണ് നിർണ്ണയിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉറപ്പായിട്ടും പഠിക്കണം. അതായത് പഠിക്കണമെന്നുള്ള പാത്തിൽ പോയി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള വേക്കൻസി കട്ട് ഓഫിനെ കുറിച്ചൊന്നും ആ ടൈമിൽ ചിന്തിക്കേ പാടില്ല. എന്തിനാ ഇപ്പൊ എനിക്ക് 40 മാർക്ക് കട്ട് ഓഫ് ആണ്, ഞാൻ 40 മാർക്കിന്റെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പറ്റില്ല. പണ്ട് ഈ ചെറുപ്പത്തിലേക്ക് നമ്മൾ കേട്ടിട്ടില്ലേ, താൻ പാതി ദൈവം പാതി. അപ്പൊ അതിനെ കളിയാക്കി പറയുമായിരുന്നു. അതായത് ഞാൻ പകുതി പഠിച്ചിട്ടുണ്ട്, 100 മാർക്കിന്റെ ചോദ്യം ഉണ്ടായിരുന്നു, 50 മാർക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്, 50 മാർക്ക് ദൈവം തരും. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല, അതൊരു വലിയ തത്വജ്ഞാനമാണ് ഈ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നമ്മൾ 10,000 ചോദ്യങ്ങളുള്ളതിൽ നിന്ന് 100 ചോദ്യങ്ങൾ വരുമ്പോൾ ആ 100 ചോദ്യങ്ങൾ എനിക്കറിയാവുന്നത് വരണമേ. അങ്ങനെ വരുമ്പോഴാണ് അവിടെ പാതി ദൈവത്തിന്റെ വന്നത് വെച്ചാൽ അതാണ്. ഈശ്വരന്റെ ഭാഗമായിട്ട് പാതി കിട്ടുന്നത് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ കൂടുതലായിട്ട് ഈ ചോദ്യ പേപ്പറിൽ വരുമ്പോൾ ദൈവത്തിന്റെ പാതി അവിടെ വന്നു. പണിയെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ദൈവം ഇതൊന്നും ചെയ്തു തരില്ല. ദൈവം ഇപ്പോൾ ചെയ്തു തരുന്നതാണ്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിലിയൻസിനെ പോലെ ഒരു കോച്ചിങ് സെന്ററിനെ തന്നിരിക്കുന്നത്, ദൈവം തന്നിരിക്കുന്ന ഒരു സാധനമാണ്. അവിടെ പോയി നിങ്ങൾ പഠിക്കുക. ഇപ്പം തന്നെ എത്രയോ, ഇപ്പം നമ്മൾ 2nd ഗ്രേഡിന്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പഠിച്ച കുട്ടികളാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളത്, അതിന് ഈശ്വരൻ നേരിട്ട് വന്ന് നമുക്കൊന്നും പറഞ്ഞു തരില്ല. 100ൽ 100 മാർക്ക് കിട്ടിയ സ്റ്റുഡന്റ് നമുക്കുണ്ട്. അപ്പം ആ വ്യക്തി വേക്കൻസി ചിന്തിച്ചിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും ആ പൊസിഷനിൽ വരില്ല, ഒരു കാരണവശാലും വരില്ല. ഇവരുടെ ഹോപ്പ് എന്ന് പറയുന്നത് വേക്കൻസിയിലാകരുത്, വരുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചതായിരിക്കണം എന്ന ഹോപ്പാണ് വേണ്ടത്. അപ്പോൾ അതിൽ പരമാവധി നമുക്ക് നേടാൻ പറ്റുന്നതിന്റെ പരമാവധി മാർക്ക് വഴി. കാരണം ഇപ്പോൾ യഥാർത്ഥത്തിൽ പരീക്ഷകളെല്ലാം മത്സരമാണ്. അതെ, കോമ്പറ്റീഷൻ, ഹൈ കോമ്പറ്റീഷനാണ്. നമ്മൾ പണ്ടത്തെ പോലെ അല്ല. എഴുതുന്ന ആസ്പിറൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് അങ്ങനെ ടൈംസ് ആയിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അയാൾക്ക് ഇപ്പൊ നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ അനുസരിച്ച് അയാൾക്ക് ഈ വിഷയത്തിൽ എന്തുമാത്രം നോളജ് ഉണ്ടെന്ന് അല്ല അവിടെ പരിശോധിക്കുന്നത് അല്ലേ. ഇടുന്ന ചോദ്യങ്ങളിൽ എത്ര ഇയാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അയാൾക്ക് പാലം പണിയാൻ അറിയാവോ, കമ്പി കെട്ടാൻ അറിയാവോ, ഇതൊന്നും അല്ല അവിടുത്തെ തിയറിറ്റിക്കൽ. അതനുസരിച്ച് അതിന്റെ ആൻസർ എന്തായിരിക്കും അത് ഇയാൾക്ക് അറിയാൻ പറ്റും.
ഇപ്പൊ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ്. പണ്ടങ്ങനെ ആയിരുന്നില്ല. പണ്ടൊക്കെ നമുക്ക് ഒരു പോർഷൻ ഒരു ഖണ്ഡികയായിട്ടൊക്കെ എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു. PSC ടെസ്റ്റിന് വരെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ഈ വിഷയത്തിൽ എന്തുമാത്രം നോളജ് ഉണ്ടെന്ന് അറിയാനുള്ള മാർഗം ഉണ്ടായിരുന്നു അന്ന്. ഇന്നിപ്പോൾ അതില്ല. അതിനകത്ത് കറപ്പിച്ച് വെക്കുന്നു അല്ലേ, അതിൽ ഏതാണ് പ്ലസ് ഏതാണ് മൈനസ്, ഇത് മാത്രമാണ് അവിടെ നോക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യണം. കഠിനാധ്വാനം ചെയ്താൽ ഒരു സംശയവും വേണ്ട, വിജയിക്കും എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് ഇത് വളരെ ഒരു വലിയ ഇൻസൈറ്റ് ആണ്. നമ്മളിപ്പം ഇപ്പോൾ വേക്കൻസിന്റെ കാര്യത്തിലായാലും ഒക്കെ ഇവരോട് പറഞ്ഞത്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളിന്റെ ഒരു ഇൻസൈറ്റ്ഫുൾ ജേർണി ഷെയർ ചെയ്യുന്നത് എപ്പോഴും അവർക്കൊരു മോട്ടിവേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അപ്പം താങ്ക് യു സോ മച്ച് സാർ ഫോർ യു വാല്യുബിൾ ടൈം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് എല്ലാവർക്കും വളരെയധികം ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ജേർണി ഷെയർ ചെയ്ത ഒരു സെഷൻ തന്നെയായിരുന്നു. അപ്പം സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും മൈൻഡിൽ കണ്ടുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. Start your preparations for engineering competitive exams from top educators. Learn from the best.